ബാബ്ദാദ മധുബൻ പ്രഭാത മുരളി 29/3/22। मीठे बच्चे, जितना प्यार से यज्ञ की सेवा करो उतना कमाई। सेवा करते करते तुम बंधन मुक्त हो जाएंगे, कमाई जमा हो जाएगी। ബാബൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ മക്കളെ, എത്രമാത്രം സ്നേഹത്തോടുകൂടി യജ്ഞസേവനം ചെയ്യുന്നു അത്രയും സമ്പാദ്യം. എത്രമാത്രം സ്നേഹത്തോടുകൂടി യജ്ഞസേവ ചെയ്യുന്നു അത്രയും സമ്പാദ്യമാണ്. സേവ ചെയ്ത് ചെയ്ത് നിങ്ങൾ ബന്ധനമുക്തരായി മാറും. സേവ ചെയ്ത് ചെയ്ത് നിങ്ങൾ ബന്ധനമുക്തരായി മാറും. സമ്പാദ്യം ശേഖരിക്കപ്പെടും. സമ്പാദ്യം ശേഖരിക്കപ്പെടും. ബാബ ബന്ധനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ശ്രീമതം നൽകും. പൊതുവെ നമ്മളെല്ലാം ബന്ധനം പറഞ്ഞ സേവനത്തിൽ നിന്ന് മാറുന്നില്ല അല്ലെ? കുട്ടികളുടെ പഠിത്തം, അത് ഇത് അസുഖം, മറ്റത് മറിച്ചത്, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയും. ബാബ പറയാണ് ബന്ധനങ്ങൾ കൂടുള്ളൂ. പകരം ബന്ധനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാബ പറയാണ് സ്നേഹത്തോടുകൂടി യജ്ഞസേവ ചെയ്താൽ മതി. പതുക്കെ പതുക്കെ ബന്ധനങ്ങൾ വിട്ടുപോയിക്കോളൂ. നമ്മുടെ ആത്മാവ് സമ്പാദ്യം ഉണ്ടാകുന്ന വെച്ചാൽ ശക്തിശാലിയായി. ആത്മാവ് ശക്തിശാലിയായി മാറുമ്പോൾ താനേ ബന്ധനങ്ങളും ഇല്ലാതെയാകും. ചോദ്യം, अपने को सदा खुशी में रखने की युक्ति कौन सी अपनानी? സ്വയം സദാ സന്തുഷ്ടമായിരിക്കുന്നതിന് ഏത് യുക്തി സ്വായത്തമാക്കണം? സ്വയം സദാ സന്തുഷ്ടമായിരിക്കുന്നതിന് ഏത് യുക്തി സ്വായത്തമാക്കണം? ഉത്തരം, अपने को सर्विस में बिजी रखो तो सदा खुशी रहो. സ്വയം സേവനത്തിൽ മുഴുകുമെങ്കിൽ സദാ സന്തോഷമായി കഴിയും. സ്വയം സേവനത്തിൽ മുഴുകുമെങ്കിൽ സദാ സന്തോഷമായി കഴിയും. കമായി ഹോത്തി രഹേഗി, സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. സർവീസ് के समय आराम का ख्याल नहीं माना चाहिए. സേവ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനുള്ള ചിന്ത വരും. സേവ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനുള്ള ചിന്ത വരരുത്. ജിതനി സർവീസ് മിലെ ഉതനാ ഖുശ് ഹോനാ ചാഹിയെ. എത്രത്തോളം സേവനം കിട്ടുന്നു അത്രത്തോളം സന്തോഷമുണ്ടാകും. എത്രത്തോളം സേവനം കിട്ടുന്നു അത്രത്തോളം സന്തോഷം ഉണ്ടാവും. ഓണസ്റ്റ് ബൻ പ്യാർ സേ സർവീസ് കരും. സത്യസന്ധരായി സ്നേഹത്തോടുകൂടി സേവ ചെയ്യും. സത്യസന്ധരായി മാറി സ്നേഹത്തോടുകൂടി സേവ ചെയ്യും. സർവീസ് കെ സാത്ത് സാത്ത് മീഠാ ഭി ബനനാ. സേവനത്തിനോടൊപ്പം തന്നെ മധുരവുമായി മാറും. സേവനത്തിനോടൊപ്പം തന്നെ മധുരവുമായി മാറും. कोई भी अवगुण तुम बच्चों में नहीं होना चाहिए. കുട്ടികളിൽ യാതൊരുവിധ അവഗുണങ്ങളും ഉണ്ടാകാൻ പാടില്ല. കുട്ടികളിൽ യാതൊരുവിധ അവഗുണങ്ങളും ഉണ്ടാകാൻ പാടില്ല. ബാബ പറയാണ്, നമുക്ക് ഈ ലോകത്ത് സന്തോഷമില്ല. കാരണം എല്ലാവരും മൂഡ് ഓഫ് ആണ്. കാരണം ലോകത്ത് കട്ടി കൂടിയിരിക്കും അല്ലെ? പ്രശ്നങ്ങൾ, മനസ്സും എല്ലാം കട്ടിയായി. അപ്പോ ബാബ പറയാണ് അതൊന്ന് അലിയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബാബയുടെ സേവനത്തിൽ അങ്ങ് മുഴുകും. അപ്പൊ ബാബ പറയാണ് നമ്മുടെ ആത്മാവിലെ സമ്പാദ്യം ഇങ്ങനെ ഏറി അപ്പൊ സന്തോഷം കൂടും. ഈ സേവനം ചെയ്യുമ്പോൾ ബാബ പറഞ്ഞു സേവനം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷമായിരിക്കും. ഈ സേവ കഴിഞ്ഞിട്ടൊന്നും റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കും. ഭാഗ്യമാണെന്ന് വിചാരിക്കണം സേവ ചെയ്യും. ഭാഗ്യമാണെന്ന് വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും. പിന്നെ ബാബ പറയാണ് നമ്മൾ വളരെ സത്യസന്ധരായിട്ട്, അതായത് ആത്മാർത്ഥമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടി ഈ നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ച് അല്ലെ ബാബ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാബ സ്നേഹത്തോടു കൂടി ചെയ്യാം.
അതോടൊപ്പം സ്വസേവ ചെയ്യണം. അതായത് സേവനത്തിൽ ഇറിറ്റേഷൻ വരും, അസ്വസ്ഥതകൾ വരും. അപ്പൊ അത് വരാതിരിക്കാൻ ബാബ പറയണം മധുരമുള്ളവരായിട്ട് മാറും. പിന്നെ അവഗുണങ്ങളൊന്നും കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബാബ പറയാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഇന്നത്തെ സ്ലോഗൻ എന്തായിരുന്നു? ഇന്നത്തെ സ്ലോഗൻ എന്തായിരുന്നു? പെട്ടെന്ന് വെച്ചാൽ അല്ലെ ബാബ പറഞ്ഞ ഈസി ആയിട്ടിരുന്ന എല്ലാം ഈസി ആയി. നമ്മൾ ഈ ബലം പിടിക്കരുത് ഒരു കാര്യം. ബലം പിടിക്കുകയാണെങ്കിൽ സേവയ്ക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, അത് ആഗ്രഹിക്കാം, ചെയ്യുകയും ചെയ്യാം. ബാക്കിയൊക്കെ സാക്ഷിയായിട്ട് വേണം. ഒരു കാര്യത്തിലും ബലം അല്ലേ, ബലം പിടിക്കുകയാണെങ്കിൽ പ്രകൃതിക്കാർ എന്ത് പറയും? അവസാനം നിങ്ങൾ കോളം ബലം അല്ലേ? അപ്പൊ ബാബ പറയണ എല്ലാം ഒരു ഈസി ആയിട്ട് അങ്ങ് പോകാണെങ്കിൽ നമുക്ക് എല്ലാവരും അങ്ങ് പോകാൻ പറ്റും. ബാബ അങ്ങനെ ഒരു മധുരമായിട്ട് പോയിട്ട് കിട്ടിയ സന്തോഷമാണെന്ന് വിചാരിച്ച് ബാബയുടെ സേവ ആസ്വദിച്ച് സത്യസന്ധമായി സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് പോകാം. ഗീതം യഹ് ഭക്ത് ജാരഹാഹി, ഈ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. യഹ് കിസ്നെ കഹ, ആരാണ് ഈ പറഞ്ഞത്? ബാബാനെ കഹ ബച്ചു, അച്ഛൻ മക്കളോടാണ് പറഞ്ഞത് സമയമൊക്കെ തീരാറ്. യഹ് ഹേ ബഹത്ത് കി ബാത്, ഈ പറയുന്നത് പരിധി ഇല്ലാത്ത കാര്യം. मनुष्य जब बूढ़ा होता है तो समझते अब बहुत गई, बाकी थोड़ा समय है, कुछ अच्छा काम कर ले, इसलिए वानप्रस्थ अवस्था में सत्संग में जाते. മനുഷ്യര് പ്രായമാകുമ്പോൾ വിചാരിക്കാറുണ്ട് സമയമൊക്കെ പോയി, ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് അവർ വാനപ്രസ്ഥത്തിൽ എന്ത് ചെയ്യും? സത്സംഗത്തിൽ, ഇനി നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം വിചാരിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച് സത്സംഗത്തിലേക്ക്. സമചിത്തേഹി ഗൃഹസ്ഥമേതോ ബഹുത് കുച്ച്, അപ്പൊ ഗൃഹസ്ഥത്തില് നമ്മുടെ കടമകളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നൊരു വിചാരം വരും. അപ്പൊ കുച്ച് അച്ഛാ കാമ്പി തരും. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത വരും. വാനപ്രസ്ഥി മാനാഹി വികാരം കൊച്ചോട്, വാനപ്രസ്ഥി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? വികാരങ്ങൾ ഉപേക്ഷിക്കും അല്ലെ? ഭാരതത്തില് ബാല്യം, പിന്നെ ഗാർഹസ്ഥ്യം, അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് പിന്നീട് സന്യാസിയായി മരിക്കണം എന്നുള്ളതാണ് ഭാരതത്തിന്റെ. ഘർബാർ സെ സംബന്ധ ജോഡ് ദേന ഇസ്ലിയെ ഹി സത്സംഗമേ ജാ, ആ വീടിന്റെ സംബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അതിനാണ് അവർ സത്സംഗങ്ങളിലേക്ക് പോകുന്നത്. സത്യമേന്തോ ഐസി ബാത്ത് ഹോത്തിന്, സത്യത്തിൽ അങ്ങനെ വാനപ്രസ്ഥമില്ല. കാരണം അവർ ഡിറ്റാച്ച്ഡ്. സാധാരണ ഗൃഹസ്ഥത്തിൽ എന്താണ്? ആത്മാവിൽ ധാരാളം പാപകർമ്മങ്ങൾ, സ്വാർത്ഥകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ബന്ധനങ്ങൾ സ്വാഭാവികമാണ്. അപ്പൊ ഒരു 60 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ കാലഘട്ടമാണ് ജരാനരകൾ ബാധിക്കുമ്പോൾ കുടുംബം ഉപേക്ഷിക്കണമെന്ന് ഭാരതത്തിന്റെ രീതിയാണ്. അപ്പൊ താക്കോല് മക്കളെ ഏൽപ്പിക്കണം അതാണ്. അപ്പൊ ബാബ പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ബന്ധനൊന്നും വേണ്ട, പോറായി, ആത്മാവ് കൊണ്ട് സമയം. ജന്മജന്മാന്തരക്കെ പാപം കാ ബോജ സിർ പർ. ബാബ പറയാണ് ഈ സമയത്ത് ജന്മജന്മങ്ങളിലെ പാപത്തിന്റെ ഭാരം ശിരസിലുണ്ട്. ബാക്കി ധോടാ സമയഹി, ഇനി സമയമാണെങ്കിലും വളരെ കുറച്ചു. അബഹി ബാബസെ വർസാലല്ലോ, ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കണം. वो लोग साधु संगत तो करते हैं परंतु कोई लक्ष्य नहीं मिलता जो योग रहे. ഈ ഭക്തിമാർഗത്തിൽ വാനപ്രസ്ഥത്തില് സന്യാസികളുടെ സംഘത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് യോഗത്തിന്റെ ലക്ഷ്യമൊന്നുമില്ല. ബാക്കി പാപ കർമ്മം, പക്ഷെ പാപകർമ്മങ്ങൾ ഗൃഹസ്ഥത്തിൽ ഇരിക്കുമ്പോൾ എന്തായാലും ഞാനൊന്നും വരാതിരിക്കില്ലല്ലോ ഗൃഹസ്ഥത്തിൽ, അത് തന്നെ പാപകർമ്മമാണ്. അത് കുറെ കുറഞ്ഞു വരും. ബഡ പാപത്തോ ഹോത്താഹിയ വികാരം, വലിയ പാപം എന്ന് പറഞ്ഞാൽ കാമവികാരം തന്നെ. ധന്ദ ധോരി ജോഡി ദേത്തെ, പിന്നെ അവരെ വീടും പണിയൊക്കെ നിർത്താണ്. ആജിക്കലത്തോ തമോപ്രധാന അവസ്ഥാഹിയത്തോ വികാർക്കോ ചോദിത്തേ, ഇന്ന് ലോകം തമോപ്രധാനമാണ്. അപ്പൊ ആരും അങ്ങനെ വിട്ടുപോകത്തില്ല. ബാബ പറയാണ് വികാരങ്ങളെയും ഉപേക്ഷിക്കുക. 60 വർഷക്കെ ബി ബച്ചെ പൈദാ കർത്തരത്തെ, 70 വയസ്സ് 80 വയസ്സിൽ പോലും കുട്ടികളുണ്ടാകും. ബാബ കഥേ അഭി യഹ് രാവൺ രാജ്യ ഖലാസ് പോല, ബാബ പറയാണ് ഈ രാവണ രാജ്യം ഇപ്പോൾ തീരാറായി. സമയ ബഹുത് ധോടാ ഹെ ഇസ്ലിയെ ബാബ്സെ യോഗ ലഗാത്തെ രഹു അവർ സുദർശൻ ചക്ര പിരാത്തരും. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള സമയത്ത് ബാബ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ബാബ പറയുകയാണ് ബാബയെ ഓർമ്മിക്കൂ, ഈ ചക്രം തിരിയുന്നതിനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കും. ചക്രം നമ്മൾ തിരിക്കുമ്പോൾ സമയമായി നമുക്ക് നല്ല ബോധ്യം വരും. വാപ്പിസ് ചല്ലമേ ധോടേ ദിൻഹി, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമുക്ക് മടക്ക യാത്രയ്ക്ക്. സിർപ്പർ പാപം കാ ബോജ ബഹുത് ഹെ ഇസ്ലിയെ ജിത്തന ഹോ സകെ ടൈം നിക്കാൽ മുझे യാദ് കരും. നമ്മുടെ ആത്മാവിലാണെങ്കിലും അനേക ജന്മങ്ങളിലെ പാപം കിടക്കും. ബാബ പറയണം അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം സമയമെടുത്ത് എന്നെ ഓർമ്മിക്കണം. ധന്ദ തോരി ആദി കർമ്മത്തോ കർണഹി, പക്ഷെ ബാബ പറഞ്ഞു ജോലി കച്ചവടമൊക്കെ ചെയ്യും. അതെന്തുകൊണ്ടാ? തും കർമ്മയോഗിയോ,
അല്ലെ? നമ്മൾ കർമ്മയോഗ സന്യാസികളാണ്, നിവർത്തിമാർഗ സന്യാസികളല്ല, പ്രവർത്തിമാർഗ സന്യാസികളാണ്. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ് കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അതുപോലെ സത്സംഗത്തിലേക്ക് പോകണ്ട, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സത്യവുമായിട്ട് ഭാവയുമായിട്ട് ചേർന്നിരിക്കണം. ആട്ട് കണ്ട ഇസ്മേലഗാൻ അവർ 8 മണിക്കൂർ നമ്മൾ ആത്മീയ യോഗത്തിന് സേവനത്തിന് വേണ്ടി മാറ്റിവെക്കണം. വകബി ഹോഗ പിച്ചാടിനെ 8 മണിക്കൂർ യോഗയൊക്കെ കുറച്ചും കൂടി കഴിയണം. ഐസെ മത് സമച്ചോക്കി സർവ ബോഡിയാം കോഹി യാത് കർണാഹി. ഈ പ്രായമുള്ള വൃദ്ധകൾക്കൊക്കെ ഇത് പറ്റും അങ്ങനെ വിചാരിക്കരുത്. നഹി സബ്കാ മൗത്ത് അബ് നസ്ദീക്. ബാബ പറയാണ് എല്ലാവരുടെയും വാനപ്രസ്ഥ സമയം, എല്ലാവർക്കും കൂട്ടം വരണം. ബാബ വാനപ്രസ്ഥത്തിൽ നിന്ന് വന്നു. ബാബ പറയാണ് ലോകത്തിന്റെ വാനപ്രസ്ഥമായി. ഏഹ് ശിക്ഷ സബ്കേലി. ഇത് കുട്ടികൾക്കും വൃദ്ധർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. നമ്മൾ ബാബയെ തന്നെ ഓർക്കുക. ചോട്ടെ ബച്ചോം കോബി സമജാനാഹി. അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഹം ആത്മാഹേ പരംധാം സേ ആയേഹി. നമ്മൾ ആത്മാക്കളാണ്, പരംധാമത്തിൽ നിന്ന് വന്നതാണ്, ഇപ്പോൾ പരംധാമത്തിലേക്ക് തിരിച്ചു പോകണം. ഇത്രയും കാര്യങ്ങൾ കുട്ടികളെ കേൾപ്പിക്കണം. ബിൽക്കുൽ സഹജകെ, വളരെ എളുപ്പമാണ്. ഗൃഹസ്ഥക്കാബി പാലനാകരണം. അവർ ഗൃഹസ്ഥം പാലിക്കണം. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തേബി ശിക്ഷാലേ. കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടും അത് പാലിച്ചുകൊണ്ടും ബാബയുടെ ശിക്ഷണം എടുക്കണം. ഒരു സർവീസബിൾ ബനനേസെ ബന്ധൻ ആപേഹി ചുറ്റ. വീട് എന്ന് പറയുമ്പോൾ ബാബറിന് ഗൃഹസ്ഥത്തിൽ ബന്ധനം ഉറപ്പാണ്, അല്ലെ? നമുക്ക് വീടിന്റെ പണിയുണ്ട്, ബന്ധുക്കളുടെ കാര്യങ്ങളുണ്ട്, പഠിത്തമുണ്ട്, ഫീസ് കൊടുക്കണം, അവർക്ക് അസുഖമാണ്, ധാരാളം പണികൾ. ബാബർ അത് ഒരിക്കലും തീരത്തില്ല. ബാബ എപ്പോഴും എന്താ പറയുന്നത്? ബന്ധനം ഒരിക്കലും നമുക്ക് ഇല്ലാണ്ടാക്കാം. ബന്ധനം ഇല്ലാണ്ടാക്കണമെങ്കിൽ വേറൊരു ബന്ധം അല്ലെങ്കിൽ ബന്ധനം ഉണ്ടാക്കും. ഗണപതിയുടെ ഒരു കയ്യിൽ എന്താണ്? മഴുവാണ്, വെട്ടാനാണ്. ഒരു കയ്യിൽ എന്താണ്? കയറാണ്, കെട്ടാനാണ്. കെട്ടാണ്ട് വെട്ടാൻ പറ്റും. ബാബയുമായിട്ടൊരു കെട്ടിടാതെ ബാബർ ഒരിക്കലും നിങ്ങൾക്ക് ജീവന്റെ ബന്ധനം കുറിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബന്ധനം തീർന്നിട്ട് സേവ എന്ന് പറഞ്ഞാൽ ബാബർ നടക്കില്ല. അവരെല്ലാം കുടുങ്ങിയിരിക്കും. ബാബ പറയാണ് നിങ്ങൾ സേവനത്തിലേക്ക് വാ, അപ്പോൾ താനേ ബന്ധനങ്ങൾ വിടും. ഘർവാലെ ആപേഹി കഹേങ്കി തും സർവീസ് തരും. അപ്പോൾ വീട്ടിലുള്ളവർ പറയും നിങ്ങൾ സേവനത്തിന് പോകും, അല്ലെ? നിങ്ങൾ എന്താ യോഗത്തിന് പോകാത്തത്, നിങ്ങൾ എന്താ മുരളിക്ക് പോകാത്തത്, നമ്മുടെ സേവ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? അവർക്ക് ജ്ഞാനത്തിൽ വന്നില്ലെങ്കിലും സഹയോഗികളായി മാറും. നമ്മൾ ദിൽസെ നമ്മൾ സേവ ചെയ്യുകയാണെങ്കിൽ അവർ സഹയോഗം നൽകും. ഹം ബച്ചോം കോ സംഭാൽ ലേങ്കെ യാ നൗക്കർ രഖേങ്കെ. ഞങ്ങൾ കുട്ടികളെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഒരു വേലക്കാരെ വെക്കാം. തോ ഉസ്മേ ഉൻകോ ഭി ബായിദാഹി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ അനുവദിക്കുമ്പോൾ അവർക്കും പ്രയോജനമുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടം അവർ ബന്ധിക്കും നമ്മളെ. ആ ബന്ധനത്തിൽ നമ്മൾ അവരുടെ ഭാഗത്തേക്ക് ചായുകയാണെങ്കിൽ അവർക്കും നഷ്ടം, നമുക്കും നഷ്ടം. പക്ഷെ നമ്മൾ ചായാണ്ട് ബലം പിടിക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കും ലാഭം, അവർക്കും ലാഭം വരും, അവർ നമുക്ക് അനുകൂലമാകും. പക്ഷെ പലപ്പോഴും എന്താണ്? അജ്ഞാനികൾ ജയിക്കും, ജ്ഞാനികൾ തോന്നും. എന്നിട്ട് പറയും എന്ത് ചെയ്യാനാണ്? വീട്ടിൽ ബന്ധനം മാറ്റാനൊക്കെ നമുക്ക് ഈസി. ബന്ധനം ഇല്ലാണ്ട് നമുക്ക് ബാബയുടെ കുട്ടിയായി എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം തന്നെയാണത്. പക്ഷെ ബാബ പറഞ്ഞു ഏത് ബന്ധനം നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ പലപ്പോഴും നമ്മുടെ തലകുനിവ് കൊണ്ടാണ് കുഴപ്പം വരുന്നത്. तो उसमें उनका भी फायदा। समझो घर में 5-6 बच्चे हैं, स्त्री चाहते हैं हम ईश्वरीय सेवा करें और अच्छी सर्विसेबल है, तो बच्चों के लिए माँ ही रख सकते हैं, क्योंकि उसमें अपना भी कल्याण और दूसरों का भी कल्याण होगा. ബാബ പറയാണ് ഒരു സ്ത്രീക്ക് 6-7 പിള്ളേരും, പക്ഷെ അവര് ഈശ്വരീയ സേവയ്ക്ക് ആഗ്രഹമുണ്ട്, നല്ല സർവീസബിളുമാണ്. അപ്പൊ ബാബ പറയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു വേലക്കാരി വെക്കണം, അല്ലെ ഒരു വേലക്കാരനെ വെക്കണം. അപ്പൊ അത് നമ്മുടെയും നന്മയാണ്, അവരുടെയും നന്മയാണ്. അതായത് എനിക്ക് 6-7 പിള്ളേരുണ്ടല്ലോ, ബാബറിന് ഇനി അത് മാറ്റാൻ പറ്റും. ആ ജീവിതം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവിടെ വെച്ച് ബാബയെ കെട്ടി. അപ്പൊ ബാബയെ ശരിക്കും മനസ്സിലാക്കി സേവ ചെയ്യാൻ താല്പര്യവുമുണ്ട്, അതിനുള്ള കഴിവുമുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലെങ്കിൽ ബാബ പറഞ്ഞു വെറുതെ കർമ്മക്കണക്ക് ഉണ്ടാക്കി വെക്കും. അപ്പൊ അത് അല്ലെങ്കിൽ കർമ്മ കണക്കാവും. നമ്മുടെ കടമകൾ ചെയ്യാണ്ട് ഒളിച്ചോടുന്ന ധാരാളം പേര് ഈ യജ്ഞത്തിലേക്ക് ഒളിച്ചോട്ടത്തിന് വരുന്ന ധാരാളം. അത് വലിയ നഷ്ടം ഉണ്ടാകും. അപ്പൊ ബാബ പറയാണ് ഒരു വേലക്കാരി വെച്ച് പിള്ളേര് നോക്കട്ടെ, അവര് നോക്കിക്കോളും. കാര്യം അപ്പൊ നിങ്ങൾക്കും നന്മയാണ്, അവർക്കും നന്മയാണ്. ദോനോംബി സർവീസ് മേ ലഗ് സക്തേ. അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും അവർ രണ്ടുപേർക്കും സേവ ചെയ്യാൻ പറ്റും. സർവീസ് കെ തരീക്കെ തോ ബഹുത് ഹൈ. സേവനം ബാബ പറഞ്ഞ ധാരാളമുണ്ട്. സുബഹ് അവർ ശ്യാം സർവീസ് ഹോ സക്തി. ബാബ പ്രഭാതത്തിലും അതേപോലെ സന്ധ്യാസമയത്തും ആളുകൾ അമ്പലത്തിലൊക്കെ വരുന്നില്ലേ, അല്ലെ? ബാബ പറഞ്ഞു ഈ ലോകത്ത് ധാരാളം പേര് കണ്ടമാനം സേവ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മൻ കി ബാത്തിലെ മോദി, ഞങ്ങളുടെ നാട്ടുകാരൻ, മുപ്പത്തറങ്കാരൻ, ഒരാളുടെ ഞാൻ കേരളം അറിയില്ല, പേരെടുത്ത് പറഞ്ഞില്ലേ, ഒരു നാരായണൻ തന്നെ പറഞ്ഞ് ഇപ്പൊ അയാൾ 1 ലക്ഷം പക്ഷിക്ക് കുടിക്കാനുള്ള പാത്രം ഉണ്ടാക്കി സൗജന്യമായിട്ട് കൊടുത്തു. 5000 ഗാന്ധിജിയുടെ ബുക്കുകൾ വീടുകളിൽ കൊണ്ട് കൊടുത്തു. ലക്ഷക്കണക്കിന് മരം വെച്ച് പിടിപ്പിച്ചു. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ തുണിസഞ്ചി കൊടുത്തു. അപ്പൊ അത് മൻ കി ബാത്തില് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ട്. അപ്പൊ അവരുടെ പാർട്ടുണ്ട്, അവര് നല്ല സേവ ചെയ്യും. വേറൊരാളാണെങ്കിൽ ലക്ഷക്കണക്കിന് മരം വെച്ച് പിടിപ്പിക്കുക,
പഴക്കടകളിലൊക്കെ പോയി പഴം കളക്ട് ചെയ്തിട്ട് കാട്ടിക്കൊണ്ടിട്ട് കൊടുക്കുക, കുരങ്ങന്മാർക്ക് പക്ഷികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ധാരാളം പേര് സേവ ചെയ്യുന്നവര് സമൂഹത്തിൽ. അവരുടെ പാർട്ടാണ്, അവരുടെ താല്പര്യം അതാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അന്തിമ ജന്മത്തിൽ ഇങ്ങനെയുള്ള ഒരു സേവയ്ക്ക് നമുക്ക് കഴിവില്ല. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സാമൂഹ സേവനത്തിന് ആളുകളെ കൂട്ടാനുള്ള പവർ, ആന്തരിക ശക്തി നമുക്കില്ല. ഒരു ആധ്യാത്മിക രംഗത്ത് ആന്തരിക ശക്തി, ഒരു 10 പേരെ കൂട്ടാനുള്ള ശക്തിയില്ല. നമുക്കതില്ല, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ പക്ഷെ നമുക്കൊരു സമൂഹ ബോധം നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പൊ ബാബ അവിടെ എന്ത് ചെയ്തു? ഏറ്റവും ലളിതമായ ഒരു അറിവ്, നമുക്കൊരു 18 അധ്യായം ഗീതയൊന്നും പഠിച്ച് ആരും ഇതിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സത്സംഗം പോലും നടത്താൻ പറ്റും. ഒരുവിധ സാമൂഹ്യ സേവനം ചെയ്യാനുള്ള കഴിവുകൾ നമുക്കില്ല. അപ്പൊ ബാബ എന്ത് ചെയ്തു? ഈ ജ്ഞാനം നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഈ ജ്ഞാനം അടിസ്ഥാനപരമായിട്ട് മാറ്റം കൊണ്ടുവരുന്നതും എല്ലാവർക്കും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ജ്ഞാനം കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ആ കഴിവ് ഉപയോഗിച്ച് നമുക്കതിലൊരു കോംപ്ലക്സ് വരും. നമ്മൾ സാധാരണ ജ്ഞാനം മാത്രമല്ല കൊടുക്കുന്നത്, ആളുകൾ എന്തെല്ലാം ചെയ്യുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യം. ഇത് അടിസ്ഥാന ജ്ഞാനമാണ്, ഉയർന്ന ജ്ഞാനമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ബാബയുടെ പഴയതുപോലെ തന്നെ നടക്കും, യാതൊരു മാറ്റം ഉണ്ടാകും. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ പ്രഭാതത്തിലും അതേപോലെ തന്നെ സന്ധ്യാസമയത്തും പോയിട്ട് സേവ ചെയ്തു. സർവീസിൽ എന്തെല്ലാം വഴികളുണ്ട്. ദിൻമേം മാതാവും ക്ലാസ് ഹോന ജരൂരി, പകല് മാതാക്കളുടെ ക്ലാസ് തീർച്ചയായിട്ടും വയ്ക്കണം. ബി കെക്കോ സേവാക്കെ സമയം സോനനക്കും. ബി കെകള് ഈ സേവനത്തിന്റെ സമയത്ത് കിടന്ന് ഉറങ്ങരുത്. ഇപ്പൊ ഒരു എളുപ്പവഴി എന്താണ്? എല്ലാവരും മൊബൈലിൽ കൂടെ ക്ലാസ് കേൾക്കുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ മനുഷ്യന് അലസനാണ്. പ്രത്യേകിച്ചും ബ്രഹ്മകുമാരിസിന്റെ ക്ലാസ്സുകൾ കൂടുതൽ കേൾക്കുന്നവര് അലസരാണ്. ജീവിതത്തിലെ കടമകളിൽ നിന്ന് അവര് ഇതായിപ്പോകും 90%. അതിനെ ബാബ പറഞ്ഞ 4 വിഷയവും ബാലൻസ് ചെയ്ത് പോകും. വെറുതെ കുറെ ക്ലാസ് ആയിട്ട് ആർക്കാ പരിവർത്തനം വരും? പരിവർത്തനം സേവാ ഫില്ലിൽ വരുള്ളൂ. 2 അടി കൊണ്ടാലേ പരിവർത്തനം വരും. രണ്ടൊന്നും പരിവർത്തനം വരാൻ പോകും. ഈ ക്ലാസ്സും കേട്ടോണ്ടിരിക്കും, വല്ല പരിവർത്തനമാണ്? ഒരു പരിവർത്തനമില്ല. കുറെ പീസ് ഓഫ് മൈൻഡ് ചാനൽ, ആ ചാനൽ, ഈ ചാനൽ, പാലക്കാട് ചാനൽ, ആലപ്പുഴ ചാനലുകൾ. ആർക്കാ മാറ്റം വരുന്നത്? ആന്തരികമായ സ്വഭാവ സംസ്കാരത്തിൽ 1% മാറ്റം വരില്ല എന്ന് മാത്രമല്ല, പുറകോട്ട് പോകും. യാതൊരു ഡൗട്ട്. കാരണം ജ്ഞാനം ആരെയും മാറ്റുന്നു. ഇത്തിരി യോഗത്തിലേക്ക് കൂടി കടന്ന് പ്ലസ് അത് സേവനത്തിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ പതുക്കെ മാറ്റം വരും. അപ്പൊ അതുകൊണ്ടാണ് ബാബ എന്ത് ചെയ്ത് 4 കാലം ഒരുമിച്ച് നിൽക്കണം, 4 വിഷയം നിങ്ങൾ ഒരുമിച്ച് പോകണം. ഇപ്പൊ എന്ത് പറ്റി? ആ രീതിയിലുള്ള സേവ കുറഞ്ഞു പോയി. അപ്പൊ ബാബ മനസ്സാ സേവ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാബ പറയാണ്, നിങ്ങൾക്ക് സേവനത്തിന് സമയം ഉണ്ടാകും. സേവനത്തിന്റെ സമയത്ത് കിടന്ന് ഉറങ്ങരുത്. കൊയ് ബച്ചിയാം ടൈം രഹത്തേഹേ യുക്തി സെ. ധാരാളം പെൺകുട്ടികൾ യുക്തിപൂർവ്വം സമയം ഉണ്ടാക്കിയെടുക്കുകയാണ്. സമിച്ചിതി ദിന്മേം കൊയ്യനായി. അപ്പൊ അവര് വിചാരിക്കുന്നത് പകല് ആരും വരാതിരുന്ന വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാകും. വ്യാപാരി ലോക അഥവാ നൗക്കരി കർണേവാലെ ലോക ദിന്മേം സ്വത്തിനായി. ബാബ പറയണ കുട്ടികളെ വ്യാപാരികളും അതുപോലെ ജോലിക്ക് പോകേണ്ടവരും പകല് കിടന്ന് ഉറങ്ങാറുണ്ട്. ബ്രഹ്മകുമാർ കുമാരിയായി പ്രത്യേകിച്ച് സറണ്ടറായി നമുക്ക് സുഖമാണ്. ഒരാൾ ചോദിക്കാനും പറയാനില്ലാത്തൊരു വിഭാഗമാണ് ബ്രഹ്മകുമാരി. നമുക്ക് നമ്മുടെ ഇച്ഛയനുസരിച്ച് അല്ലെങ്കിൽ സ്വയം ഉത്സാഹിപ്പിച്ചു കൊണ്ടുപോകാനേ പറ്റും. പിന്നെ സെറ്റിൽ വരുന്നവർ ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുപോകും. അല്ലെ ആരും ചോദിക്കാൻ? ദൈവം ചോദിക്കും. ദൈവം ഞാൻ ലാസ്റ്റ് ചോദിക്കും, ഇപ്പൊ ഒന്ന് ചോദിക്കും. അപ്പൊ സുഖമാണ്, നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി സമയത്ത് റെസ്റ്റ് എടുക്കാം. ബാബ പറയാണ്, ഈ ജോലിക്ക് വന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. 10 മണിക്ക് ജോലിക്ക് പോകും. യഹം തോ ജിത്തന ബാബാക്ക് യജ്ഞക്ക് സേവ കരെങ്കി ഉത്തന കമായി ഹി കമായി. ഈ ബാബ പറയാണ്, എത്രമാത്രം നമ്മൾ യജ്ഞസേവ ചെയ്യുന്നു അത്രയും സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. ബഹുത്ത ഫായിദാക്കെ, വലിയ നേട്ടമുണ്ട് ഇതിനകത്ത്. സാരാ ദിൻ കാമ്യം ബിസി രഹന ചാഹിയെ. പകല് മുഴുവൻ ബാബ പറയാണ് നമ്മൾ ജോലിയിൽ ബിസി ആകണം. പ്രദർശിനിമേം ബഹുത്ത് ബിസി രഹത്ത്. പ്രദർശിനി വെച്ചൂടെ? ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി, നമ്മളൊക്കെ കണ്ടിന്യൂസ് പ്രദർശിനി വെച്ചു. സാഹചര്യങ്ങൾ അനുസരിച്ച് സേവയും രീതി മാറും. അപ്പൊ ബാബ പറയാണ് പ്രദർശിനിയിൽ ബിസി ആകണം. പ്രദർശിനിമേം ബഹുത്ത് ബിസി രഹത്തെ കഹത്തെ ഹേ ബാബ ബോലത്തെ ഗല ജാത്ത. പ്രദർശനയിൽ ചിലർ ബിസിയാണ്, എന്നിട്ട് അവർ പറയാണ് ബാബ പറഞ്ഞു തൊണ്ട പൊറിഞ്ഞു. ക്യോങ്കി അചാനക് ആക്കർ സർവീസ് പഠിത്തി എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് സേവയ്ക്ക് വന്നത്. ഹമേശ ഇത്തിനി സർവീസ് കരണേ വാലെ ഹോത്തെ തോ ഗല ഖരാബ് നഹീ ഹോത്ത. ബാബ പറയാണ്, നിങ്ങൾ ഈ വല്ലപ്പോഴും വന്ന് സേവ ചെയ്തിട്ട് തൊണ്ട പോയി എന്ന് പറയുന്നത്. എപ്പോഴും സേവ ചെയ്യുകയാണെങ്കിൽ ഒരു തൊണ്ടയും ചീത്തയാവില്ല. ആദ്യത്തെ പഠിച്ചാൽ സേഫർ തക്കാവട്ടെ പോകും. എല്ലാം ബാബ പറയണം. ആദ്യം ഒരു മടുപ്പായിരിക്കും, ആൾക്കാരോട് പറയും. പിന്നെ ഈ സാധനം ചോന്നുകൊണ്ട് പോകണം, ഇത് അവിടെ ഇടണം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. ഏറ്റവും നല്ല സുഖം എന്താ? ക്ലാസ് കേൾക്കാം, യോഗ ചെയ്യാം. അപ്പൊ ബാബ പറഞ്ഞു ഇതിൽ കൂടെ ഒന്നും ഉറക്കത്തില്ല. അപ്പൊ ബാബ പറയാണ്, ഒരു ശീലമായാൽ പിന്നെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഇവർ ഏക ജൈസബി സബിനഹി. എല്ലാവരും ഒരുപോലെ ആകുമെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ നമ്മൾ തകർന്നു. എല്ലാവരും നമ്പർ വാറായി. ചിലർ സഹകരിക്കും, ചിലർ സഹകരിക്കില്ല, ചിലർ വേണ്ടാന്ന് പറയും, ചിലർ എതിർപ്പ് പറയും. कोई तो बहुत ऑनेस्ट है, जितनी सर्विस मिले तो उनको खुशी होती है.
क्योंकि एवाजा भी मिलता है जो अच्छी രീതി സർവീസ് में लगन. ചിലര് വളരെ സത്യസന്ധരാണ്. കരുതണമെങ്കിൽ സേവ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം സന്തോഷം വർദ്ധിക്കും, എനിക്ക് അത്രയും പ്രതിഫലം കിട്ടും. ബാബ പറയണു അവര് നല്ല രീതിയിൽ സേവനത്തിൽ അല്ലെ, അതില് സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് എനിക്ക് കിട്ടും, വേറെ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമാകും, അപ്പൊ വേറെ ചെയ്യാല്ലേ നല്ലത്. അപ്പൊ നമ്മള് അത് ചെയ്യും. തുമേം ബഹുത് മീഠ ബനനാഹി അവഗുൺ നികൽ ജാനാ ചാഹി. കുട്ടികൾ വളരെ മധുരമുള്ളവരാകണം, അവഗുണങ്ങൾ ഇല്ലാതെയാക്കണം. ശ്രീകൃഷ്ണ की महिमा गाये जाते हैं സർവഗുണ സമ്പന്നൻ യഹാം കെ സഭ്യം ആസുരവും. ശ്രീകൃഷ്ണന്റെ മഹിമ എന്താണ്? സർവഗുണ സമ്പന്നൻ. ഇവിടെ എല്ലാവരിലും ആസുരീയ ഗുണങ്ങളാണ്. കൊയ് ബി കാമി ന ഹോ ഐസ മീട്ട ബനന. ഒരു കുറവുമില്ലാത്ത വിധത്തിലെ നമ്മൾ മധുരമായി മാറും അല്ലെ. നമ്മൾ മധുരമായി മാറിയില്ലെങ്കിൽ പറ്റും, സേവനത്തിന് ഓഫറുകൾ വരില്ല. അയ്യോ അവരോട് പറഞ്ഞു അവർ ചെയ്യുകയില്ല, നമുക്ക് വായിരിക്കുന്ന കേൾക്കണം, അപ്പൊ നമ്മൾ വിട്ടുകളയും. അപ്പൊ പറഞ്ഞിട്ട് മധുരമൊക്കെ ആവും. സോ തബ് ബനേങ്കെ ജബ് സർവീസ് കരേ. മധുരമൊക്കെ ആകണമെങ്കിൽ സേവ ചെയ്താലേ ആവും. നമ്മൾ വിചാരിക്കുന്നത് മുരളി കേട്ട് അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്ത അങ്ങനെയൊന്നും മധുരത വരുന്നില്ല. മധുരത വരും, അവർ ടെമ്പററി ആയിരിക്കും. പ്രശ്നം വരുമ്പോഴോ ഇതായി പ്രശ്നങ്ങള് അഭിമുഖീകരിച്ച് മാത്രമേ നമുക്ക് ധാരണയിലേക്ക് കടക്കാൻ പറ്റൂ, അല്ലാണ്ട് പോകത്തില്ല അല്ലെ. ഒരു വിദേശികളുടെ ഒരു പട്ടിയില് ജാനകിദാദിയുടെ ഒരാൾ പറഞ്ഞു, ഇഷ്ടംപോലെ ക്ലാസ് കേൾക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, യോഗയും ചെയ്യുന്നുണ്ട്, പക്ഷെ കടാ സംസ്കാരങ്ങളൊന്നും അനങ്ങുന്നില്ല. അപ്പൊ ഒരു വിദേശികളുടെ ഇതിൽ ചർച്ച പോലെ ആയിരിക്കും, വർക്ക്ഷോപ്പ് പോലെ ആയിരിക്കും. ധാരാളം പേര് ആ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് ഒക്കെ ഇരിക്കാറ്. ഈ പോയിന്റ് അർദ്ധപുറമുള്ളത്. ഇപ്പൊ ക്രോധം എങ്ങനെ ചെയ്യിക്കും? ഞാൻ വേണ്ടി 2 ദിവസം ഇരുന്ന് ക്ലാസ് എടുക്കും, സന്തോഷ ക്ലാസ്, ഭായും ക്ലാസ് എടുക്കും, വിനോദ് ഭായി ക്ലാസ് എടുക്കും, നാരജ് ക്ലാസ് എടുക്കും. ക്രോധം എങ്ങനെ ചെയ്യും? ഇവിടെ ക്രോധം വരും. അപ്പോൾ എനിക്ക് ഇതൊക്കെ അറിയാവുന്ന പോയിന്റ്, ഇതൊക്കെ ഞാൻ പ്രയോഗിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ജാനകി ആദ്യം പറഞ്ഞു, അതില് നിങ്ങൾ സേവയ്ക്കിറങ്ങും, അപ്പൊ കടുത്ത സംസ്കാരങ്ങൾ മാറും. സേവാ ഫീൽഡിൽ ഇറങ്ങാൻ പറ്റും, അപ്പൊ കടുത്ത സംസ്കാരങ്ങൾ അലിഞ്ഞ് അപ്പൊ മുരളി നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ മുരളിക്ക് എന്താ വിലയുള്ളൂ? ഈ മുരളിക്ക് വലിയ വിലയൊന്നും അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ സഹായിക്കും മുരളി. അപ്പൊ നമുക്ക് മുരളിയുടെ ഒരു ആർത്തി വരും, അയ്യോ ഇന്നലെ നല്ലൊരു അടി കിട്ടി കാരണം വീട്ടിൽ പോകും. അപ്പൊ അതിനുള്ള ഇത് ഭാവം നമുക്ക്. അതല്ലാണ്ട് നമ്മൾ ഈ മുരളി കേട്ടു എന്ന് പറഞ്ഞിട്ട് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. ബാബ പറയാണ് ഈ സർവീസ് ചെയ്യുമ്പോഴേ മധുരമുള്ളൂ. കഹാംബി ജാക്കർ സർവീസ് കറ. ബാബ എല്ലായിടത്തും പോയി സേവ ചെയ്യും. രാവൺ ഗീ ജഞ്ചീലും സേ സബ്കോ ചൂടാന. ബാബർ മനുഷ്യരെല്ലാവരും രാവണന്റെ ജയിലിലാണ്, എല്ലാവരും രക്ഷിക്കണം. പഹലെത്തോ അപ്പനെ ജീവൻ ബനാൻ. ആദ്യം അവരവരുടെ ജീവനം. ഹം ബാഡ് ജായെന്തോ ഘാട്ടാ ഹംകോ പടേക. ബാബർ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. പഹലെത്തോ യഹ് റുഹാനി സർവീസ്. ആദ്യം ബാബ പറയാണ് ഈ ആത്മീയ സേവനം നമ്മൾ ചെയ്യണം. കിസ്ക ഭലാ കരയും, കിസ്ക നിരോഗി ധനവാൻ ആയുഷ്മാൻ ബനായി. മറ്റുള്ളവരുടെ നന്മ ചെയ്യുക, അവര് നിരോഗികളും ധനവാന്മാരും ആയുസുള്ളവരുമായിട്ട് മാറട്ടെ. സാരാ ദിൻ എഹ് ഖ്യാൽ ചലനാച്ച. ദിവസം മുഴുവൻ നമുക്ക് ഇതായിരിക്കണം. ഈ അറിവ് പ്രയോജനമുണ്ട്. വെറുതെ ബാബ പറഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ ഒരു അറിവ് കൊടുത്താൽ നമ്മൾ ട്രൈ ആയി. ഈ അറിവ് ആളുകൾക്ക് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബാബ പറഞ്ഞു ഈ അറിവ് കൊടുക്കും. വഹ് ബച്ചേ ഹി ദിൽ പർ ചढ़ सकते हैं और तब तक नशील भी होते. അവരെ എന്റെ ഹൃദയത്തിൽ കയറുള്ളൂ, സിംഹാസനത്തിൽ ഇരിക്കുള്ളൂ. പഹലെ ബാബുക്ക പരിചയം. ആദ്യം നമ്മള് ബാബയുടെ പരിചയം കൊടുക്കണം. ബാബ സ്വർഗക്ക രചയിതാഹി ഉസ്കോ ജാനത്തെ ഹോ. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. ആളുകളോട് ചോദിക്കണം, ബാബയെ അറിയാമോ? പരംപിത പരമാത്മാസെ തുമാരാ ക്യാ സംബന്ധ ഹി. പരംപിത പരമാത്മാവുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? പഹജൻ ദേനീഹ്യത്തോ ബാബ്സെ എല്ലാവും ചൂടെ. തിരിച്ചറിവ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ബാബയുടെ സ്നേഹം വരും. ബാബ കാത്തെ മെൻ കൽപ്പക്കെ സംഗം യുഗപ്പർ ആക്കർ നരകപ്പോ സ്വർഗ ബനാത്ത. ബാബ പറയുകയാണ്, ഞാൻ കൽപ്പത്തിന്റെ സംഗമത്തിൽ വന്നിട്ടാണ് ഈ നരകത്തെ സ്വർഗമാക്കുന്നത്. കൃഷ്ണത്തോ യഹ് കഹിന സഖിൻ. കൃഷ്ണൻ ഇങ്ങനെയൊന്നും പറയാൻ പറ്റും, ഞാൻ നരകത്തിൽ വന്ന് സ്വർഗം ഉണ്ടാക്കും പറയും. വഹത്തോ സ്വർഗ പ്രിൻസിക്ക്. ശ്രീകൃഷ്ണൻ സ്വർഗത്തിന്റെ രാജകുമാരനാണ്. രൂപ ബദൽച്ചേ ജാത്തേ ഹി ജാടുപ്പറ സമച്ചാന. കൃഷ്ണൻ ഇങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കും. വൃക്ഷത്തില് അത് മനസ്സിലാക്കി കൊടുക്കണം. ഊപ്പർ പതിത ദുനിയാമേം ബ്രഹ്മാക്കട. അങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് വൃക്ഷത്തിന്റെ മുകളിൽ ബ്രഹ്മാവായിട്ട് നിൽക്കാണ്. വഹ്ഹി പതിത് നീജേഫുർ തപസ്യ കരഹി. ഈ മുകളിലെ ബ്രഹ്മാവ്, അതായത് വൃക്ഷത്തിന്റെ മുകളിൽ നിൽക്കുന്ന ബ്രഹ്മാവ് പതിതനാണ്. അപ്പോൾ ഈ പതിതൻ മരത്തിന്റെ ചോട്ടിൽ കാണിച്ചിരിക്കുകയാണ് തപസ് ചെയ്യാൻ അല്ലെ, പുതിയ ലോകത്തിന് വേണ്ടി തപസ് ചെയ്യാൻ. ബ്രഹ്മാക്ക് വംശാവലി ബീഹ്. ബ്രഹ്മാവ് മാത്രമല്ല, ബ്രഹ്മാവിന്റെ വംശാവലിയുമുണ്ട്. പരംപിത പരമാത്മാഹി ആക്കർ പതിതിസെ പാവൻ ബനാത്തെ ഹി. പരംപിത പരമാത്മാവ് തന്നെ വന്നിട്ടാണ് പതിതരെ പാവനമാക്കുന്നത്. പതിതി സോഫർ പാവൻ ബനത്തെ. പതിതര് പിന്നെ പാവനമാകും. കൃഷ്ണ കോബി ശ്യാം സുന്ദർ കാദേഹി. ശ്രീകൃഷ്ണനെ ശ്യാമസുന്ദര എന്ന് വിളിക്കാറുണ്ട്. പരന്തു അർദ്ധനഹ്യം സംബന്ധിച്ചത്തെ. പക്ഷെ ആളുകൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. തും സമജാ സക്തേ ഹോ യഹ് പതിതേ.
നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ബ്രഹ്മാവ് ഈ ജന്മത്തിൽ പതിതനാണ്. ഈ ശ്യാമൻ നാള് സുന്ദരനായി മാറും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ശ്യാമസുന്ദര എന്നൊരു പേര് വന്നിരിക്കുന്നത്. ഈ ശ്യാമനെ സുന്ദരനാക്കുന്നത് ആരാണ്? ശ്യാമനെ സുന്ദരനാക്കുന്നത് ആരാണ്? ഇതൊക്കെ ഇറങ്ങിയിരിക്കാം. പതിത പാവന് അല്ലെ? കൃഷ്ണൻ ശ്യാമസുന്ദരനാണെങ്കിൽ അച്ഛൻ പതിതരെ ശ്യാമനെ സുന്ദരനാക്കുന്നവൻ. അസുൽ നാം ബ്രഹ്മ നഹി ഹെ ജൈസെ തും സബ്കെ നാം ബദലി ഹുയേ ഹെ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മാവ് എന്നായിരുന്നില്ല, ലേഖരാജ് എന്നായിരുന്നു. ബാബ പറയാണ് നിങ്ങളുടെയും പേര് ഞാൻ മാറ്റിയത്. വൈസെ ബാബാനെ ഇൻകോബി അഡോപ്റ്റ് കിയാ ഹെ. ബ്രഹ്മ ബാബയെ ശിവ ബാബ ദത്തെടുത്തു. നഹിന്തോ ശിവ ബാബാനെ ബ്രഹ്മക്കോ കഹംസില. അല്ലെങ്കിൽ ഈ ബ്രഹ്മാവിനെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ശിവ ബാബ? ജരൂർ അഡോപ്റ്റ് കിയാ. ഈ ഭൂമിയിൽ ഒരു ശരീരത്തിൽ പ്രവേശിച്ച് ആ ദേഹധാരിക്ക് ജ്ഞാനം കൊടുത്ത് ബ്രഹ്മാവാക്കി മാറ്റി ബ്രഹ്മാവിലൂടെ സൃഷ്ടി നടത്താണ്. ബാബ കാത്തേഹെ മുച്ചേ ഇൻമേഹി പ്രവേശിക്കണ. ബാബ പറയാണ് എനിക്ക് ബ്രഹ്മാവിൽ തന്നെ പ്രവേശിക്കണം. പ്രജാപിത ഊപ്പർത്തോ ഹോന സകൻ എഹം ചാഹിയെ. ബ്രഹ്മാവ് മുകളിലല്ല, ബ്രഹ്മാവ് താഴെ ഭൂമിയിലാണ് വേണ്ടത്. പഹലേത്തോ യഹ് നിശ്ചയിച്ചായി. ഇതൊക്കെ ആദ്യം നമുക്ക് നിശ്ചയം വരണം. മെയിം സാധാരണ തന്മയമാതാകും. ഞാനൊരു സാധാരണ ശരീരത്തിൽ ഇന്നും ബ്രഹ്മാവിനെ ആർക്കറിയാൻ പാടില്ല. 108 മഹാത്മാക്കളുടെ പുസ്തകം മേടിച്ച് വായിച്ചു നോക്കുക, അതിൽ ബ്രഹ്മാവില്ല, ബ്രഹ്മഭാവിയില്ല. ലോകത്തിന്റെ അടിസ്ഥാന മാറ്റം കൊണ്ടുവന്ന ആൾ. ഇതിനെ അദ്ദേഹം ഈ ജ്ഞാനത്തിൽ വന്നില്ലെങ്കിൽ ബ്രാഹ്മണരും അറിയില്ല. ഒരു നല്ല മനുഷ്യനായിരുന്നു, കച്ചവടക്കാരനായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു ഇല്ലായിരുന്നു, സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ട് ഇല്ലായിരുന്നു, നല്ല ഭക്തനായിരുന്നു, ദാനപുണ്യാദികൾ ചെയ്യും, അത്രേ ഉള്ളൂ അല്ലെ. ആത്മീയ മണ്ഡലത്തിലോ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലോ ഒന്നും ശോഭിച്ചിട്ടില്ല. പക്ഷെ ബാബയുടെ കുട്ടി ആയപ്പോൾ ഈ പ്രസ്ഥാനം ലോകം മുഴുവൻ എത്തിച്ചു നടത്താം. പക്ഷെ ലോകം ഇപ്പോഴും അറിയുന്നില്ലല്ലോ ബ്രഹ്മാവിന്. അമ്മ അറിയുന്നു, ഒട്ടും അറിയും. ബാബ പറയാണ് ഞാനൊരു സാധാരണ ശരീരത്തിലാണ് പ്രവേശിച്ചത്. ഗോശാല നാം ഹോനെ കാരൻ ബൈൽ അവർ ഗായം ഭി കാട്ടെ. ഈ ഗോശാല എന്നൊക്കെ ഭക്തിയിൽ വച്ചത് കൊണ്ടാണ് ഈ കാളയും പശുവൊക്കെ കാണിച്ചത്. അപ്പൊ ഗൗക്കോ ഞാൻ ദയാഹി വാ ഗൗ ചരായി ഹി ലിഖാ. ഈ പശുവിന് ജ്ഞാനം കൊടുത്തു, പശുവിനെ വെച്ചു എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. ചിത്രമേ ശ്രീകൃഷ്ണക്കോ ഗോല ബനാദിയാഹി. ചിത്രങ്ങളിൽ ശ്രീകൃഷ്ണനെ ഈ പശുമേക്കുന്ന ആളാക്കി കാണിച്ചിട്ടുണ്ട്. ഐസി ബാധം അവർ ധർമ്മമേ നഹി. ഇങ്ങനെയുള്ള കഥകളൊന്നും വേറെ ധർമ്മത്തിലില്ല. ജിത്തനെ ഈ ധർമ്മമേ, ഈ സനാതന ധർമ്മത്തിലുള്ള പോലുള്ളതുപോലത്തെ കഥകള് വേറെ സ്ഥലത്തില്ല. ഏത് സബ് ഭക്തി മാർഗിക്കുന്നുണ്ട്. ബാബ പറയുന്നു ഈ കഥകളെല്ലാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്നെ തലതിരിച്ചെഴുതാൻ നല്ലത് ഭക്തി മാർഗത്തിലെ കാര്യമാണ്. അബ് തും ബച്ചേ ജാനത്തെ ഹോ പുരാനി ദുനിയാക്ക വിനാശ് നയി ദുനിയാക്കി സ്ഥാപന പോലെ. ബാബ പറയാണ് ഇപ്പോൾ കുട്ടികൾക്കറിയാം പഴയ ലോകത്തിന്റെ വിനാശവും അടുത്തു, പുതിയ ലോകത്തിന്റെ സ്ഥാപനയും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭക്തിയിലെ കഥകളൊക്കെ ഇപ്പോഴും അല്ലെ ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ വസ്ത്രം അപഹരിച്ചു, കുളത്തിൽ മുങ്ങിപ്പോയി, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ എത്ര കാലം ഒരു മടുപ്പ് വരുന്നില്ല, വായിക്കുക തന്നെ വായിക്കും. ബാബ പറയാണ് ഇപ്പൊ സമയം മാറി നമുക്കറിയാം പഴയ ലോകത്തിന്റെ വിനാശം നടക്കാൻ പോകും. ബാബ സമച്ചാദേഹി ഈ സൃഷ്ടിചക്രക്കോ ജാനനേസേഹി തും ഭവിഷ്യ പ്രിൻസസ് ബനെ. ബാബ മനസ്സിലാക്കി തരികയാണ് ഈ സൃഷ്ടിചക്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ഭാവിയിലെ പ്രിൻസസ് ആകൂ. അമരലോകമേ ഉഞ്ചപത് പായെങ്കിൽ, അമരലോകത്തിലെ ഉയർന്ന പദവി നേടും. തും ജോക്കുച്ചു പഠിത്തേഹോ ഭവിഷ്യനായി ദുനിയാക്കി. നമ്മളിവിടെ എന്താണോ ബാബയിൽ നിന്ന് പഠിക്കുന്നത് അത് ഭാവിയിലെ പുതിയ ലോകത്തിന് വേണ്ടിയിട്ടാണ്. തും യഹ് പുരാന ശരീർ ചോട് റോയൽ ധനവാൻ ധർമ്മമേ ജന്മിലേക്ക്. ഈ പഴയ ദേഹം കളഞ്ഞ് നമ്മൾ പുതിയ രാജകുടുംബത്തിൽ പുതിയ വേഷത്തിൽ ദേവവേഷത്തിൽ പോയിട്ട് നമ്മൾ ജന്മം. പഹലെ ബച്ച ഹോങ്കെ ഫിർ ബഡേ ഹോങ്കെ തോ ഫസ്റ്റ് ക്ലാസ് മഹൽ ബനായെങ്കിൽ. ആദ്യം ഒരു പുത്രനായിട്ട് ജനിക്കും, പിന്നെ വലുതാകുമ്പോൾ ഒന്നാന്തരം കൊട്ടാരം ഉണ്ടാക്കും. തതത്വം ബ്രഹ്മാവ് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യും. शिव बाबा कहते हैं जैसे एक मम्मा बाबा अच्छी तरह पढ़ते हैं तुम भी पढ़ो तो कुंज बद पाएंगे. ശിവബാബ പറയാണ് അമ്മയും ബാബയും നല്ല രീതിയിൽ പഠിച്ചതുപോലെ അല്ലെ. എപ്പോഴും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, അവരും സാധാരണക്കാരൻ. അമ്മയും ബാബയും ഒരു പ്രത്യേകിച്ചും അമ്മയ്ക്കൊന്നും സംസ്കൃതം അറിയില്ല, ബ്രഹ്മബാബയ്ക്കൊന്നും സംസ്കൃതം അറിയില്ല. അതേപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അത്തരം പഠിച്ചിട്ടൊന്നുമില്ല, ഭക്തിയിലെ കാര്യങ്ങൾ അധികമൊന്നും അമ്മ പഠിച്ചിട്ടില്ല. അപ്പൊ വെറും സാധാരണക്കാരാണ്. അപ്പൊ ബാബ പറയണു അവർക്ക് ഉയർന്ന പദവി നേടാമെങ്കിൽ നമുക്കും പഠിച്ചു ഉയർന്ന പദവി നേടാം. തടസ്സം നിൽക്കുന്നത് വലിയൊരു ഘടകം എന്താ, നമ്മൾ സാധാരണക്കാരെന്നൊരു വിചാരം. രാത്രിക്കോ ജാഗോ വിചാർ സാഗർ മന്ദൻ കരോ തോ ഖുശിമേ ആ ജായെങ്കിൽ. രാത്രിയിൽ ഉണർന്ന് ജ്ഞാന മനനം ചെയ്യണം, സന്തോഷം ഉണ്ടാകും. ഉസ് സമയ ഖുശിക്ക പാരാച്ചടുത്താകെ, ആ സമയത്തെ സന്തോഷം വർദ്ധിക്കും. ദിൻമേൻ ധന്ദേ ആദിക്ക ബന്ധൻ. പകല് ബാബ പറഞ്ഞ എല്ലാവർക്കും ജോലിയുടെ ബന്ധനം. രാത്രിക്കോ തൊക്കോ ഈ ബന്ധന, രാത്രിയിൽ ആർക്കും ബന്ധനമില്ലല്ലോ. रात को बाबा की याद में सोएंगे तो सुबह को बाबा आकर खटिया हिलाएंगे. ऐसा भी बहुत अनुभव लेते हैं. രാത്രിയിൽ ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങുമ്പോൾ ബാബ പറയുന്നു പ്രഭാതത്തിൽ ബാബ ഒന്ന് കട്ടില് ഇളക്കും, കട്ടില നമ്മൾ ഉണർത്താൻ വേണ്ടി ബാബ കട്ടിലൊക്കെ ഇളക്കും. അങ്ങനെ ധാരാളം പേർക്ക് അനുഭവമുണ്ട്. ഹിമ്മത്തെ ബച്ചേ മദതേ ബാബത്തോ ഹൈ. ബാബ പറഞ്ഞു കുട്ടികൾ ഇത്തിരി ധൈര്യം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാബ പറയണ എല്ലാ കാര്യത്തിലും ബാബയുടെ സഹായം ഉണ്ടാകും.
अपने ऊपर बहुत अटेंशन അവരവരിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കണം. സന്യാസിയും കാ ധർമ്മ അലഗ്, സന്യാസിമാരായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണം. അവരുടെ ധർമ്മം വേറെ. ജിസ് ധർമ്മ കാ ജിतना सिदरा होगा उतना ही बनेगा. ഏത് ധർമ്മത്തിലെ എത്ര ശാഖകൾ അത്രയൊക്കെ ഉണ്ടാവും. ജോ ആർ ധർമ്മമേ കൺവെർട്ട് ഹോകെ വഹ് അപ്പനെ ധർമ്മമേ ആയെങ്കിൽ മറ്റു ധർമ്മത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് പോയവര് നമ്മുടെ ധർമ്മത്തിലേക്ക് വരും. ക്രിസ്ത്യൻസോ മുസ്ലിംസോ ചിലർ സന്യാസികളായിട്ടുണ്ടാവും. അവർ ഈ ധർമ്മത്തിൽപ്പെട്ടവരാണെങ്കിൽ തിരിച്ചതിലേക്ക് വരും. समझो സന്യാസ ധർമ്മക്കെ ഏക് യാ ദോ കരോട് ആക്ടേഴ്സ് കെ ഉത്തനെ ഹി ഫിർ ഹോംഗെ. സന്യാസ ധർമ്മത്തിലെ 1-2 കോടി സന്യാസികളും കഥാപാത്രങ്ങളും. ബാബറിനു അടുത്ത കൽപ്പത്തിൽ അത്രയുണ്ട് അല്ലെ. അവിടെയൊക്കെ സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. 100 കോടിയായിരിക്കും ക്രിസ്ത്യൻസിന്റെ ധർമ്മത്തിൽ. അത്രയും പേരുണ്ടാവും. അവര് നമ്മുടെ ഹിന്ദുക്കളെ കുറെ മാറ്റും. അവര് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചതിലേക്ക് തന്നെ പോരും. അത് ഉറപ്പുള്ളൊരു കാര്യം. ഏഹ് ഡ്രാമ ബഡ ആക്യുറേറ്റ് ബനാ ഹുവാ. ഓരോരുത്തരും ഇത്ര പേര് വേണമെന്നുള്ളതൊക്കെ ഡ്രാമ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഡ്രാമ വളരെ ആക്യുറേറ്റ്. ജഡ്ജിമാരുണ്ട്, പോലീസുകാരുണ്ട്, കള്ളന്മാരുണ്ട്, വക്കീലന്മാരുണ്ട്, കോടതി ജീവനക്കാരുണ്ട്, മറ്റു ജീവനക്കാരുണ്ട്, അതുണ്ട്, രാഷ്ട്രം ഭരിക്കുന്നവരുണ്ട്. എന്തെല്ലാം വെറൈറ്റിയാണ് ഡ്രാമ. ആലോചിച്ചാൽ നമ്മൾ അന്തം പറ്റും. രാത്രി എഴുന്നേറ്റ് ഇതൊക്കെ ചിന്തിക്കണമെന്ന് ബാബ പറയും. കൊയ് കിസ് ധർമ്മമേ കൺവെർട്ട് ഹോയി. ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറിപ്പോയിട്ട് വഹ് സബ് അപ്പനെ ധർമ്മമേ ചലേ. അവസാനം വിനാശം അടുക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരും. ബലമായിട്ട് കൊണ്ടുപോയി ഇതൊക്കെ തിരിച്ചു വരും. ഏത് നോളജ് ബുദ്ധിമയം പാടനെ ചായ. കുറച്ച് ക്ഷമ വേണം. ഈ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിൽ ഇരിക്കണം. അബ് ഹം കഹത്തെ ഹം ആത്മാഹേ ശിവബാബാക്കി സന്താനഹേ. നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ ആത്മാക്കളാണ്, ശിവബാബയുടെ കുട്ടികളാണ്. ഏത് സാരി വിശ്വമേരിഹേ. ബാബ പറയാണ് ഈ ലോകം മുഴുവൻ എന്റെയാണ്. ഹം രചയിത ശിവബാബാക്കെ ബച്ചെ ബനേഹേ. ഈ രചയിതാവായ ശിവബാബയുടെ കുട്ടികളാണ് നമ്മൾ. ഹം വിശ്വക്കെ മാലികെ. അതുകൊണ്ട് നമ്മൾ വിശ്വത്തിന്റെ അധികാരികളാണ്. ഏക ബുദ്ധിമേം ആനാ ചാഹിയെ തബ് അദാഹ് ഖുഷി രഹേ. ഇത് ബുദ്ധിയിൽ വരുമ്പോഴാണ് നമുക്ക് അളവറ്റ സന്തോഷം ഉണ്ടാകുന്നത്. ദൂസരോംകോബി ഖുഷി ദേനീഹെ രാസ്ത ബദാനാഹെ. മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കും, ജ്ഞാനത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കും. രഹംദിൽ ബനനാഹെ. ദയവുള്ളവരാകണം. ജിസ് ഗാവ്മേ രഹത്തെ ഹോ വഹാം ബി സർവീസ് കർണി ചാഹിയെ. ഏത് ഗ്രാമത്തിലാണോ നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവിടെ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർവാഹനം എടുത്തു പോകണം, അല്ലെങ്കിൽ പ്രദർശനം എടുത്ത് വെക്കണം. നമ്മുടെ ഗ്രാമത്തില് ബാബ പറയുന്ന എല്ലാവർക്കും ഇത് കിട്ടണം. സബ്കോ നിമന്ത്രൺ ദേന ബാബയ്ക്ക് പഹചാൻ തേനി. എല്ലാവർക്കും ക്ഷണം കൊടുക്കണം, ബാബയുടെ തിരിച്ചറിവ് കൊടുക്കും. അഗർ ജാദാ സമझने चाहते हो तो बोलो यह सृष्टि चक्र कैसे बढ़ता यह भी तुमको समझाते. കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്ക് ഈ കാലചക്രമൊക്കെ എങ്ങനെയാണ് തിരിയണേ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. സർവീസ് തോ ബഹുത് ഹി. ബാബ പറഞ്ഞു സേവ എല്ലാവർക്കും ധാരാളം. ഇഷ്ടംപോലെ വീടുകള് ഒരു നോട്ടീസ് പോലും കിട്ടാതെ ഇപ്പോഴും കിടപ്പുണ്ട്. ബാബ പറഞ്ഞു സേവ ധാരാളമാണ്. परंतु अच्छे बच्चों पर भी कभी कभी ഗ്രഹചാരി ആ ജാതി സമझाने ഷൗക്ക് നഹി. പക്ഷെ നല്ല കുട്ടികളിൽ പോലും ഗ്രഹപ്പഴകളാണ് പലപ്പോഴും. മനസ്സിലാക്കി കൊടുക്കാനൊരു ഉത്സാഹമില്ല. നഹിന്തോ ബാബാക്കോ ലിഖനാ ചാഹിയെ ബാബാ സർവീസ് കി ഉസ്കി റിസൾട്ട് ഏഹ് നികലി ഐസെ സമझായ. അല്ലെങ്കിൽ ബാബയ്ക്ക് ഒരു കത്തെഴുതണം, ബാബ ഈ രീതിയിൽ സേവ ചെയ്തു, ഇന്ന റിസൾട്ട് ഉണ്ടായി, ഞങ്ങൾ ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തു. തോ ബാബാ ബി ഖുശ് ഹോ ജായേ. അപ്പൊ ബാബയ്ക്ക് സന്തോഷമാകും. സമझे ഇൻകോ സർവീസ് കാ ഷൗക്ക് കെ. അപ്പൊ ബാബ എന്ത് മനസ്സിലാക്കും? ഇവർക്ക് സേവനത്തിൽ ഉത്സാഹമുണ്ട്. കബി മന്ദിർമേ കബി ശ്മശാൻമേ കബി ചർച്ചമേ ധൂം ജാനാ ചാഹി. ബാബ പറയാണ് അമ്പലത്തിലിടയ്ക്ക് പോകാം, ശ്മശാനങ്ങളിൽ പോയി സേവ ചെയ്യാം, പള്ളിയിൽ പോയിട്ട് സേവ ചെയ്യാം. അല്ലെ, നമ്മൾ പള്ളിയിലൊക്കെ കത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി ക്ലാസ്സിന് ചില സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. എല്ലാത്തിനൊരു മടുപ്പുണ്ട്. പള്ളിയിലും കത്തുകൊണ്ട് കൊടുക്കും. ദൈവം വന്നിട്ടുണ്ട്. മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും കത്തുകൊണ്ട് കൊടുക്കും, കൊടുത്തിട്ട് ബാബ പറയാണ് നിങ്ങൾക്ക് പള്ളികളിലൊക്കെ പോയിട്ട് ജ്ഞാനം കൊടുക്കാം. പൂച്ചനാ ചാഹിയെ ഗോഡ് ഫാദർസെ തുമാരാ ക്യാ സംബന്ധം. ഗോഡ് ഫാദറുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താന്ന് അവർക്ക് ചോദിക്കണം. ജബ് ഫാദർ ഹെ തോ മുഖ്സെ കഹനാ ചാഹിയെ ഹം ബച്ച്. അച്ഛനാണെങ്കിൽ വായിൽ നിന്ന് എന്ത് വരണം? നമ്മൾ മക്കളാണെന്ന് പറയും. ഹെവൻലി ഗോഡ് ഫാദർ കഹത്തെ ഹെ തോ ജരൂർ ഹെവൻ രചേഗ. ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം രചിക്കും. ഇത്തന സഹജഹേ. എത്ര സഹജമാണ്. ആകെ ചൽക്കർ ബഹുത് ആഫ്തേമാനിയായി. ലോകത്ത് ബാബ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ആപത്തുകൾ കണ്ടമാനം. അപ്പൊ ആപത്ത് സമയത്ത് ഈ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂർ ആളുകൾ യാചിക്കും, ദൈവമേ 1 മണിക്കൂർ എനിക്ക് തരാം. ബൈബിൾ പറഞ്ഞാൽ കിട്ടുമെന്ന് സംശയമാണ്. ബാബ പറഞ്ഞു ഇതങ്ങ് കൊടുത്തിട്ടേ അല്ലെ. ലോകം ബാബ പറഞ്ഞ പോലെ തന്നെ പറ്റും, കൊടുത്താൻ കിട്ടണം. അവരൊന്നും ഇപ്പൊ സ്വീകരിക്കും. ക്രിസ്തുവിന്റെ ആത്മാവ് ടച്ച് ചെയ്യാണ്ട് ക്രിസ്ത്യാനികൾ താല്പര്യമുണ്ട്. വേറൊരു മെസ്സേജ് ചിലര് താല്പര്യമുണ്ട്, അവര് ആ ധർമ്മത്തിൽ നല്ല പദവിയുണ്ട്. ബാബ പറയണു ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ ജ്ഞാനം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലോകത്ത് ആപത്തുകൾ വരും. മനുഷ്യൻകോ വൈരാഗായ. അപ്പൊ മനുഷ്യർക്ക് വൈരാഗ്യം വരും. ശ്മശാൻമേ മനുഷ്യൻകോ വൈരാഗ്യത്തെ.
അല്ല, ഒരാൾ മരിച്ച് നമ്മൾ ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യർക്ക് വൈരാഗ്യം വരാറുണ്ട്. ബസ് ദുനിയാക്കി യഹ് ഹാലത്ത് ഹോ ജായേഗി ഇൻസെ തോ ക്യോ നഹി ഭഗവാൻ കെ പാസ് പാനെ കാ രാസ്ത പകരം. ലോകത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ദൈവത്തിലേക്ക് പോകാനുള്ള വല്ല വഴിയും കാണും. फिर ഗുരു ആദി സെ ജാക്കർ പൂछते तो इन बंधनों से छूटने का रास्ता बताओ. ആരെങ്കിലും മരിച്ച് ചെറിയൊരു വൈരാഗ്യം വരുമ്പോൾ ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കും, ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ ഒരു വഴി പറയും. तुम्हें अपने बच्चों आदि की पालना भी करने है और सर्विस भी करने. ബാബ പറയാണ് കുട്ടികള് വീട്ടിലുള്ളവരുടെ പാലനം ചെയ്യണം. അല്ലെ, നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പാലിക്കണം. സന്തോഷമായി. അത് പാലിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ബാബ പറയാണ് സേവനവും ചെയ്യണം, എന്റെ സേവനവും ചെയ്യണം. മമ്മ ബാബക്കോ ദേഖോ കിത്തനെ ബച്ചി. മമ്മയ്ക്കും ബാബയ്ക്കും എത്ര കുട്ടികൾ? വഹ് അധിക ഗൃഹസ്ഥ വ്യവഹാർ ഏഹ് ബാബ തോ ബേഹത്ത് കാ മാലിക്. അത് പരിധിയുള്ള കുടുംബം, അതും ഈ വലിയ കുടുംബത്തിന്റെ ഭാഗം. എപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മുടെ കുടുംബവും വലിയ ലോകമാകുന്ന കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് നിമിത്തമായതുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മൾ തന്നെ നോക്കും. ബ്രഹ്മകുമാരിസിൽ പോയി പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ കുടുംബം നോക്കാൻ പറ്റത്തില്ല. അവർ അത് അവരോട് തന്നെ നോക്കണം. പക്ഷെ പ്ലസ് ബാബ പറയണം പരിധിയില്ലാത്ത കുടുംബത്തിന്റെ കാര്യം. അപ്പോഴേ നമുക്കൊരു മാറ്റം വരും. ഇല്ലെങ്കിൽ എന്തോരെന്ന് അറിയാമോ, നമ്മുടെ രണ്ട് മാതാക്കൾ ആശുപത്രി തന്നെ കിടക്കും, ബന്ധുക്കൾ നോക്കി. ഒരു മാതിരി മോൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കും, ഒരു മാതിരി സഹോദരൻ ഇന്നലെ പോലെ കരച്ചിൽ തോന്നി, ഡോക്ടർമാർ രക്ഷയില്ല, സമയമുണ്ടല്ലോ. ഒരു മാതിരി സേവയ്ക്ക് എപ്പോൾ ചെല്ലുമ്പോൾ സമയമുണ്ടല്ലോ, ഇപ്പൊ സമയമുണ്ടായി, ഇപ്പൊ വൈരാഗ്യമോ, അയ്യോ എന്റെ മോനെ ഉണ്ട്. അപ്പൊ അവർ ഞാൻ എത്ര ആളായി പറയുന്നത് എന്റെ കുട്ടികളാണ്, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു. സേവയ്ക്ക് വിളിച്ചാൽ എന്താണ്, പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്, ഉറപ്പാണ്. സമയമില്ല. അപ്പൊ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ആശുപത്രി കിടക്കാൻ സമയം. അവ എന്താണ്, അവ പ്രകൃതി എന്തെങ്കിലും കരണക്കുറ്റിക്ക് രണ്ട് അടി കൊടുത്ത് പഠിക്കും. അപ്പൊ ബാബ അതിനു മുമ്പ് ഞാൻ പറയുന്നത് ബാലൻസ് ചെയ്ത് പോകാനല്ലേ പറഞ്ഞോളൂ, സന്യാസികളെ പോലെ എല്ലാം വിടാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് സേവനത്തിന് സമയം കണ്ടെത്തില്ലേ നമുക്ക് തന്നെ നഷ്ടം. കരുതുന്നെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവര് മുഖേന കഴിയും. ബാബ പറയാണ് ഇത് പരിധിയില്ലാത്ത അധികാരികളാണ് കുട്ടികൾ. ബേഹത്തൊക്കെ ഭായി ബഹനമൊക്കെ ശ്രമിച്ചാൽ നമ്മുടെ തന്നെ സഹോദരി സഹോദരന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഏത് സബ്ക അന്തിം ജന്മഹേ. ബാബ ഇത് പറയുന്നതിന് കാരണം എല്ലാവരുടെയും അവസാന ജന്മമായി, എല്ലാവരുടെയും ഹൃദയം തകർന്നു വരുമ്പോൾ അവർ ഒരു മെസ്സേജ് ഒന്ന് കിട്ടിയത്. ബാബ ഹീരെ ജൈസ ബനാനെ ആയേ. ബാബ വൈരതുല്യമാക്കാനാ വന്നിരിക്കുന്നത്. തീർത്തും കൗടിയും കെ പിച്ചടിക്കവും പഠിത്തേക്കും. നിങ്ങൾ എന്തിനീ കരിക്കട്ട, അതായത് ചില്ലു കാശിന്റെ പിറകെ കിടക്കും. സുബഹ് അവർ ശ്യാം ഹീരെ ജൈസ ബനാനയ്ക്ക് സർവീസ് തരും. പ്രഭാതത്തിലും ബാബ പറയുന്ന സന്ധ്യാസമയത്തും വൈരതുല്യമാക്കാനുള്ള സേവ ചെയ്യും. ദിന്മേം കൗടിയും കാ ധന്ധാ കരും. പകല് പോയി അവർ സമ്പാദിക്കാൻ ജോലി ചെയ്യും. जो सर्विस पर फिर जाएंगे उनको घड़ी घड़ी बाबा बुद्धि में याद आता रहेगा, പ്രാക്ടീസ് പഠി ജായേഗി. ബാബ പറയണു അടിക്കടി ബാബയുടെ ബുദ്ധി സേവ ചെയ്യുന്ന കുട്ടികളിലേക്ക് പോകും. അത് പ്രാക്ടീസ് ആക്കി മാറ്റിയെടുക്കണം. ജിൻകെ പാസ് കാം കരേങ്കെ ഉൻകോ ബി ലക്ഷ്യം ദേത്തെ രഹേങ്കെ. ആരാണോ ബാബയുടെ അടുത്ത് ചെയ്യുന്നത് ബാബ പറഞ്ഞു അവർക്ക് ലക്ഷ്യം കിട്ടിക്കൊണ്ടിരിക്കും. പരന്തു നികലേങ്കെ തോ കോട്ടോ മതി. എത്ര പറഞ്ഞാലും ബാബ പറയാണ് കൊടിയ ചെല്ലിൽ എന്നത്തേക്ക് വരൂ. ആജ് നഹീ തോ കൽ യാദ് കരേങ്കെ തോ ഫലാനെ ദോസ്തിനെ ഹംകോ യഹ് ബാത് കഹി ദേ. ഇന്നല്ലെങ്കിൽ നാളെ ബാബ പറയാണ് ആ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് ഒരു ചിന്ത വരാതിരിക്കില്ല. കാര്യം എന്താണ്, ഈ ജ്ഞാനം അവിനാശി ജ്ഞാനം, ബാധകമായ അറിവാണ്, ആത്മാവിന് പോകേണ്ട സമയം. അപ്പൊ ഇങ്ങനെ വന്നൊരു മാതാജി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ സമയത്ത് അവർക്കത് ഓർമ്മ വരും. കേട്ടപ്പോ റിജക്ട് ചെയ്തിരുന്നെങ്കിലും ആ സമയത്ത് അഗർ പത് പാനാഹിമത്തെ ചായി. ബാബ പറയണു പദവി വേണമെങ്കിൽ തന്റെ ഇടം വേണം. ഭാരത് കാ സഹജയോഗം അവർ ജ്ഞാനിത്വം മഷൂർ. ഭാരതത്തിന്റെ സഹജമായ യോഗവും ജ്ഞാനവും പ്രശസ്തമാണ്. പരന്തു ക്യാ ധാ കൈസേ ധാ വഹിനഹീൻ ജാൻ. ഈ പറച്ചിലല്ലാണ്ട് ഭാരതം എന്തായിരുന്നു, ഭാരതത്തിന്റെ സഹജ യോഗം എന്താണ്, ജ്ഞാനം എന്താണ് ഒന്നും അറിയാൻ പാടില്ല. അത് എങ്ങനെയായിരുന്നു ഇതൊന്നും അറിയില്ല, വെറുതെ ആളുകൾ ഇങ്ങനെ പറയും. ഏഹ് ത്യോഹാർ ആദി സംഗമിക്കെ. ഈ ഉത്സവങ്ങളെല്ലാം സംഗമയുഗത്തിൻ്റെതാണ്. സത്യമെന്തോ ഹൈഹി രാജായി. സത്യത്തിൽ ഭവന രാജ്യമാണ്. ഹിസ്റ്ററി സാരി ഹെ സംഗമിക്കെ. ഈ ചരിത്രം മുഴുവൻ സംഗമത്തിൻ്റെതാണ്. സത്യയുഗി ദേവതാവൻകോ രാജായി കഹംസെ മിലി യഹ് ബി അഭിഹി മാലും പടാ. സത്യത്തിലെ ദേവതകൾക്ക് രാജ്യം എവിടെ നിന്ന് കിട്ടി അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്. തും ജനത്തെ ഹോ ഹം ഹി രാജായി ലേത്തെ ഹെ और हम ही गंवाते हैं जो जितनी സർവീസ് करेंगे. നമുക്കറിയാം നമ്മളാണ് രാജ്യം എടുത്തത്, നമ്മളാണ് രാജ്യം നഷ്ടപ്പെടുത്തിയത്. അവർ സർവീസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അബദ്ധ പ്രദർശനിക്ക് സർവീസ് ബഡ്ത്തി ജാതി. ഇപ്പോൾ പ്രദർശനി സേവ വർദ്ധിക്കുകയാണ്. പ്രൊജക്ടർ ബി ഗാവ് ഗാവ് മേം ജായേഗ. പ്രൊജക്ടറുകളും ബാബ പറയുന്ന ഗ്രാമങ്ങളിലേക്ക് പോകും. ഏക സർവീസ് ബഹുത് വിസ്താർ കോ പായേ. ഈ സേവനം വളരെയധികം വിസ്താരത്തിലേക്ക് പോകും. ബച്ചേ ബി വൃദ്ധി കോ പാത്തെ രഹേഗെ. കുട്ടികളും വർദ്ധിക്കും. ഭക്തി മാർഗക്ക് വാല്യൂ നഹി രഹേഗി. പിന്നെ ഈ ഭക്തി മാർഗത്തിന് വിലയില്ലാതെയാണ്. ഏക ഡ്രാമ മേം ധാ
അത് ഡ്രാമയിലുണ്ട്. ഐസെ നഹി ക്യോം ഹുവ, ഐസെ ന കർത്തെ തോ ഐസെ ഹോതാ ഥാ. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ. യഹ്ബി നഹി കാ സക്തെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പാസ്റ്റ് ജോ ഹുവാ സോ ടീക്, ആകെ കേലിയെ ഖബർദാർ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു, അത് നടക്കേണ്ടതുപോലെ തന്നെ നടക്കും. ബാബ പറഞ്ഞു അത് കഴിഞ്ഞു, അതിനെ കുറിച്ച് ഇത്തിരി ജാഗ്രത മാത്രം, വേറെ കൂടുതലും അതിനെ കുറിച്ച് ചിന്തിക്കും. അതായത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് പ്രസന്റിനെ നശിപ്പിക്കാൻ എളുപ്പമാണ്. എനിക്ക് നിങ്ങളോട് ചേരാൻ പറ്റില്ല. കാര്യം എന്ത്? ആ പഴയ കാര്യമാണ്. അവർ എന്തിനീ പ്രസന്റ് കളയുന്നത്? ഏറ്റവും സേവനത്തിൽ നിന്ന് മാറിയേക്കാൻ കുറ്റം പറഞ്ഞിട്ട് മാറിയത് അവരുടെ നഷ്ടമാർക്കാണ്. പരീക്ഷ നാളിൽ നഷ്ടമാർക്കാ വരും. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റാണ് പറഞ്ഞു. അവരവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരൊരു മാർഗം കണ്ടെത്തിക്കോൾ. അല്ലെ, ഞായറാഴ്ചത്തെ വാണിയിലെന്തായാലും ആ സംസ്കാരം ഈ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏത് സംസ്കാരമുള്ളവരുമായിട്ട് ചേർന്ന് പോകാനുള്ള വഴികൾ കണ്ടുപിടിച്ച് അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇതിനിടയിൽ തന്നെ നമുക്ക് പോകണം, വേറെ ഒന്നും കണ്ടെത്താൻ പറ്റും. ഇതിലൂടെ പോകാൻ പോകുന്ന അവരൊരു തന്റെ അവരൊരു അതിനുള്ള യുക്തിയും കണ്ടെത്തി. കുറ്റം പറഞ്ഞിരിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അവർ ശരിയല്ല, അവർ വേണ്ട. പക്ഷെ നാളെ ഞാൻ റിസൾട്ട് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം, കാരണം എല്ലാ യുക്തികളും ബാബ പറഞ്ഞാണ്. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ ഈ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഭാവിക്ക് വേണ്ടി ജാഗ്രത പാലിച്ചാൽ. മായ കൊയ് വികർമ്മനക്കരായി, മായ വികർമ്മങ്ങൾ ചെയ്യിപ്പിക്കൽ. മനസ്സ തൂഫാൻ തോ ആയെങ്കിൽ പരന്നു കർമ്മേന്ദ്രിയം സെ കൊയ് വികർമ്മനഹീം കരണം. മനസ്സിൽ കൊടുങ്കാറ്റുകൾ വരും, കർമ്മേന്ദ്രിയങ്ങളിൽ കൂടെ വികർമ്മങ്ങൾ ചെയ്യരുത്. फालतू संकल्प तो बहुत आएंगे, फिर भी पुरुषार्थ कर शिव बाबा को याद करते रहो. അനാവശ്യമായ ചിന്തകൾ കണ്ടമാനം വരും. ബാബ പറഞ്ഞു പരിശ്രമിച്ച് ശിവബാബയെ ഓർമ്മിക്കണം. ഹാർട്ട് ഫെയിൽ നഹീ ഹോന, നിരാശയൊന്നും ബാധിക്കരുത്. കൈ ബച്ചെ ലഗത്തെ ബാബ 15-20 വർഷമേ ബിമാരി के कारण പവിത്ര രഹത്തെ, फिर भी മനസ്സാ बहुत खराब രഹത്തി. ചില കുട്ടികളുടെ ബാബ സുഖമില്ലാത്തതുകൊണ്ട് 15-20 കൊല്ലം പവിത്രമായി ജീവിച്ചു. അപ്പോൾ അസുഖമൊക്കെ മാറി വീണ്ടും മനസ്സിൽ കണ്ണി കണ്ട ചിന്തകൾ വരും. ബാബ ലിഖത്തെ തൂഫാൻ तो बहुत आएंगे, മായ ഹൈരൻ കരേഗി और बिगाड़ में नहीं जाना. ബാബ എഴുതാണ് കുട്ടികളെ കൊടുങ്കാറ്റുകൾ വീശും, മായ കഷ്ടപ്പെടുത്തും, പക്ഷെ വികാരത്തിലേക്ക് പോകരുത്. ഏഹ് തുമാരേഹി വികർമ്മത്ത ഹിസാബ് കിതാബ് ഹേ, ഇത് നീ തന്നെ ചെയ്ത വികർമ്മങ്ങളുടെ കണക്കുകളാണ്. യോഗബൽസേഹി ഗതം ഹോഗ ധർണ, യോഗബലത്തിലൂടെ ഇതില്ലാതെ പേടിക്കാതിരുന്നാൽ മതി. മായ ബഡി ബലവാൻ, മായ അതീവ ബലവാനാണ്. കൊയ് കോബി ജോഡത്തി നഹി ഹേ, ആരെയും അത് വിടത്തില്ല. സർവീസ് തോ അദാഹിയെ ജിത്തനാ ബി കൊയ്, സർവീസ് പവറും ധാരാളം. നമുക്ക് മായ വരും, എല്ലാവർക്കും മായ വരും. അവർ അതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. മുരളി സേവ ഇതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കി അവിടെ പുറകോട്ട് പോകും, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അച്ഛ മീട്ടെ മീട്ടെ സർവീസബിൾ സിക്കലത്തെ ബച്ചോം പ്രതി നമ്പർവാർ പുരുഷാർത്ഥനുസാർ माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणेക്കുള്ള പ്രധാന കാര്യങ്ങൾ दिन में शरीर निर्वाहार्थ कर्म और सुबह शाम जीवन को हीरे जैसा बनाने की रूहानी सेवा शुरू करते. പകലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും. പകലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യും. ഉപജീവനാർത്ഥം എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള കർമ്മം ചെയ്യും. പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതം വൈരുതുല്യമാക്കാനുള്ള സേവനവും ചെയ്യും. പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതം വൈരുതുല്യമാക്കാനുള്ള സേവനവും ചെയ്യും, ആത്മീയ സേവനവും ചെയ്യും. സബ്കോ രാവൺ കി ജഞ്ചീരോം സെ ജുഡാനാ ഹെ, എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കും. എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കും. മായ കൊയ് ബി വികർമ്മന കരാതെ ഇസ്മേ ബഹുത് ബഹുത് ഖബർദാർ. മായ യാതൊരുവിധ വികർമ്മങ്ങളും ചെയ്യിപ്പിക്കാതിരിക്കാൻ വളരെ വളരെ ജാഗ്രത പാലിക്കും. മായ യാതൊരുവിധ വികർമ്മങ്ങളും ചെയ്യിപ്പിക്കാതിരിക്കാൻ വളരെയധികം ജാഗ്രത പാലിക്കും. കർമ്മേന്ദ്രിയം സെ കബി കൊയ് വികർമ്മ നഹി കർമ്മ, കർമ്മേന്ദ്രിയങ്ങളിൽ കൂടെ ഒരിക്കലും യാതൊരു വികർമ്മങ്ങളും ചെയ്യും. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരിക്കലും യാതൊരു വികർമ്മങ്ങളും ചെയ്യും. ആസുരീയ അവഗുണം നികാൽദേനെ, ആസുരീയ അവഗുണം ഇല്ലാതെ, ആസുരീയ അവഗുണം ഇല്ലാതെ. वरद दिल की तपस्या द्वारा संतुष्टता का सर्टिफिकेट प्राप्त करने वाले सर्व की दुआओं के अधिकारी भाव. ഹൃദയത്തിന്റെ തപസ്സിലൂടെ
ഹൃദയപൂർവമായ തപസ്സിലൂടെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്ന സർവരുടെയും അനുഗ്രഹങ്ങൾക്ക് അധികാരിയായി ഭവിക്കും. ഹൃദയപൂർവമായ തപസ്സിലൂടെ സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്ന സർവരുടെയും അനുഗ്രഹങ്ങൾക്ക് അധികാരിയായി ഭവിച്ചു. तपस्या के चार्ट में अपने को सर्टिफिकेट देने वाले तो बहुत ही, लेकिन सर्व की संतुष्टता का सर्टिफिकेट तभी प्राप्त होता है जब दिल की तपस्या हो, सर्व के प्रति दिल का प्यार हो, निमित्त भाव और शुभ भाव. തപസ്സിന്റെ ചാർട്ടിൽ സ്വയം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർ ധാരാളം. എന്നാൽ എല്ലാവരുടെയും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാകണമെങ്കിൽ ഹൃദയപൂർവമായ തപസ്സിച്ച് എല്ലാവരെ പ്രതി ഹൃദയത്തിൽ നിന്നും സ്നേഹം നിമിത്ത ഭാവവും ശുഭഭാവനയും ഉണ്ടായി. അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരുടെയും ആശീർവാദത്തിന് അനുഗ്രഹത്തിന് അധികാരി. ഏറ്റവും കുറഞ്ഞത് 95% ആത്മാക്കളെങ്കിലും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നൽകും. ഏറ്റവും കുറഞ്ഞത് 95% ആത്മാക്കളെങ്കിലും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നൽകും. എല്ലാവരുടെയും നാവിൽ നിന്നും ഇവർ നമ്പർ 1 ആണ് വരണം. ഇപ്രകാരം എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും ആശീർവാദങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്നവരെ ബാബയ്ക്ക് സമാനം. ആശീർവാദങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രാപ്തമാക്കുന്നവരെ ബാബയ്ക്ക് സമാനമായി. അതായത് ബാബ പറയാണ്, നമ്മൾ തപസ്സിന്റെ ചാർട്ട് എല്ലാവരും വയ്ക്കാറുണ്ടെങ്കിലും ആ ചാർട്ടിന്റെ ഒരു തെളിവ് ബാബ പറയാണ്, നമ്മുടെ ഹൃദയപൂർവമായ തപസ്സിന്റെ ഫലമായി, എല്ലാവരോടുള്ള സ്നേഹത്തിന്റെ ഫലമായി, എല്ലാവരോടും നമുക്കൊരു ശുഭഭാവന ഉള്ളതിന്റെ ഫലമായി, നമ്മൾ ചെയ്തതിൽ നമ്മൾ നിമിത്തം മാത്രമെന്നുള്ള വിനയത്തിന്റെ ഫലമായി ബാബ പറയാണ് എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹം വരണം. അതാണ് സർട്ടിഫിക്കറ്റ് പ്രാക്ടിക്കൽ പ്രൂഫ്. 5% ബാബ അക്സെപ്റ്റ് ചെയ്യുന്ന എന്താണ്? ചിലർ പറയാറില്ല എന്നോട് ആർക്കും ഇഷ്ടം, അവരെ എന്തോ നിങ്ങൾക്ക് കൊള്ളും. അതുകൊണ്ടാണ് 95% സർട്ടിഫിക്കറ്റ്. 5% നമ്മളുടെ അസൂയുള്ളവരുണ്ടാവും, അസ്വസ്ഥതയുള്ളവരുണ്ടാവും, കണക്ക് കണ്ടമാനുള്ളവരുണ്ടാവും, അവരസന്തുഷ്ടം. പക്ഷെ ബാബ പറയുന്നു ഈ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ 95% പേരെങ്കിലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ തപസ്സിലൂടെ അവരെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവര് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ സ്ലോഗൻ സമയ കോ അമൂല്യ സമജിക്കർ സഫൽ കരു തോ സമയ പർ ധോക്ക നഹീ ഖായി. സമയം അമൂല്യമെന്ന് മനസ്സിലാക്കി സഫലമാകും, എങ്കിൽ സമയത്ത് ചതി പറ്റും. സമയം അമൂല്യമാണെന്ന് മനസ്സിലാക്കി സഫലമാകും, എങ്കിൽ സമയത്ത് ചതി പറ്റും. അതായത് ഇപ്പൊ നമുക്ക് ഇത്തിരി ഫേവറായിട്ടുള്ള സമയമുണ്ട്. ഈ സമയത്ത് സേവയും യോഗയും ഒക്കെ ചെയ്ത് സമയത്ത് നമ്മൾ സഫലമാക്കുകയാണെങ്കിൽ ഒരു സമയം വരുന്ന സമയത്ത് സമയം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും.
ഇന്ന് ബാബ നമ്മളോട് പറയാണ്, മധുരമായ കുട്ടികളെ എത്രമാത്രം സ്നേഹത്തോടുകൂടി യജ്ഞസേവ ചെയ്യുന്നു അത്രയും സമ്പാദ്യമാണ്. സേവ ചെയ്ത് ചെയ്ത് ബന്ധനമുക്തരായി മാറും, സമ്പാദ്യം ശേഖരിക്കപ്പെട്ടു. സ്വയം സന്തുഷ്ടമായിരിക്കുന്നതിന് സേവനത്തിൽ നമ്മൾ മുഴുവൻ. സർവീസില് വിശ്രമം ആഗ്രഹിക്കരുത്. എത്രത്തോളം സർവീസ് കിട്ടുന്നു അത്രത്തോളം സന്തോഷമായിരിക്കും. സത്യസന്ധരായി സ്നേഹത്തോടുകൂടി സേവ ചെയ്യും. അതോടൊപ്പം മധുരമുള്ളവരായി മാറും, കുറവുകൾ ഇല്ലാതെയാക്കുകയും. ബാബ എന്താ പറഞ്ഞത്? സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ഭക്തിയിലാണെങ്കിലും ആളുകൾക്ക് മരിക്കാൻ നേരത്തൊരു ചിന്ത വരും, ഇനി സമയമൊക്കെ പോയി, ഇനി വല്ല സത്സംഗത്തിലും മാനപ്രസത്തിലും പോയിരിക്കാൻ ചിന്ത വരും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാബ വന്നിരിക്കുകയാണ്, ഇത് കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും വാനപ്രസ്ഥ സമയമാണ്. അപ്പോൾ ഈ വാനപ്രസ്ഥ സമയത്ത് നമ്മൾ സത്സംഗം ഇരിക്കണം. പക്ഷെ ഭക്തിമാർഗത്തിലെ നിവർത്തിമാർഗം അല്ലാത്തത് കൊണ്ട് ഗൃഹസ്ഥം പാലിച്ചുകൊണ്ട് സന്യാസിയായിട്ട് തിരിക്കണം. ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് ബാബയെ ഓർമ്മിക്കണം. ബാബ പറയാണ്, ഗൃഹസ്ഥത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്, ഒഴിവ് കിട്ടുമെങ്കിൽ സേവനത്തിലേക്ക് പോകണം. പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ബാബയുടെ സേവ ചെയ്യണം. പകല് നമ്മൾ സമ്പാദിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നമ്മൾ പോകും. ഇനിയും വേറെ സാധ്യതകൾ ഉണ്ടെങ്കിൽ ബാബ പറഞ്ഞു, കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമ്മൾ ബാബയുടെ സേവ ചെയ്ത് നമ്മുടെ സമ്പാദ്യം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടികൾക്കും അതിനൊരു പുണ്യം കിട്ടും. ആ വീട്ടുകാർക്കും, നമുക്ക് അനുമതി നൽകുന്ന വീട്ടുകാർക്കും ഒരു പുണ്യം. എല്ലാത്തിനും വേണ്ടത് ബാബ പറയണം, ഹൃദയപൂർവമായ സേവനത്തിനോടുള്ള താല്പര്യം, സത്യസന്ധമായി സേവനം ചെയ്യാനുള്ള താല്പര്യം. രണ്ട്, ബാബ എന്താ പറയുന്നത്? ഇത് ആവശ്യമാണെന്നൊരു തോന്നും. ആളുകൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണം. ആളുകളെല്ലാം വളരെ ദുഃഖത്തിലാണ്, ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോകാണ്. വന്നിരിക്കുന്നത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കി ബാബ പറഞ്ഞു, കേവലം നിങ്ങൾ ആത്മാവാണ്, പരന്ധാമത്തിൽ നിന്ന് വന്നതാണെന്നുള്ളൊരു അറിവെങ്കിലും കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ബാബ പറഞ്ഞു, അവസാന സമയത്ത് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊരു വിചാരം, അത് അവർക്ക് വലിയൊരു സഹായമായിരുന്നു. അങ്ങനെ ബാബ പറയാണ്, നമ്മൾ പ്രൊജക്ടറും പ്രദർശനയും നോട്ടീസൊക്കെ ആയിട്ട് എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് എല്ലാ ധർമ്മത്തിൽ, പള്ളികളിലും അമ്പലങ്ങളിലെല്ലാം നമ്മൾ ഈ സേവ നിർവഹിച്ചു. രാവിലെയും വൈകുന്നേരം നമ്മൾ കുറെ സമയം ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ജീവിതം എന്താണ്? തൃപ്തികരമാകും. രാത്രി നമ്മുടെ പ്രൈവറ്റ് ടൈം, ആ സമയത്ത് കുറച്ച് ഉറക്കം കുറച്ചിട്ട് നമ്മൾ വിചാരസാഗരം മന്ത്രിച്ചു. അങ്ങനെ നമ്മൾ വൈകി കിടക്കുമ്പോഴും രാവിലെ അമൃതവേളയിൽ ബാബ നമ്മൾ ഉണർത്തുന്നതായ ഒരു അനുഭവം നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ബാബയുള്ള നിശ്ചയവും വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടത് ഒരു തന്റേടം നമ്മൾ കാണിച്ചു. ഹിമ്മത്തെ ബച്ച് മതത്തെ കുതാന്ന്. നമ്മൾ ഇങ്ങനെ ഒരു തന്റേടം കാണിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ഒഴിവുകളിൽ പറയാണ്, അവരാണ് ഇവരാണ് നമ്മുടെ ജീവിതത്തിനായി പോയി പറയുകയാണെങ്കിൽ ഇതൊന്നും മാറ്റാൻ പറ്റും. അവർ അത് കൂനുമേൽ കുരുവായിട്ട് വീണ്ടും വീണ്ടും വരും. പകരം നമ്മൾ ബാബയുടെ സേവനത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ വരുമ്പോൾ താനേ ബന്ധനങ്ങൾ അറ്റുപോയി നമ്മൾ സ്വതന്ത്രമാകുന്നതും നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കുന്നതും ധാരാളം പേരുടെ അനുഗ്രഹം നമുക്ക് വരുന്നതായിട്ടും ബാബ എന്താ പറയുക, എന്റെ ഹൃദയത്തിലേക്ക് അല്ലെ, അത് നമുക്ക് മനസ്സിലാവും. എല്ലാവരും സാധാരണക്കാരാണ്. ബ്രഹ്മ ബാബ അന്തിമ ജന്മത്തിലൊരു സാധാരണക്കാരാണ്, അമ്മയും സാധാരണക്കാരി തന്നെ. അവര് തപസ് ചെയ്ത് അങ്ങനെ ഒരു പദവി നേടിയെങ്കിൽ ബാബ പറഞ്ഞു, അവർക്ക് സാധിക്കുമെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും സാധിക്കും. ഇത് ആർക്കും സാധിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അത് കഴിഞ്ഞു. അതിന് ജാഗ്രത പാലിക്കുക. അവർ മുന്നോട്ടേക്കുള്ള വഴിയാണ് ചിന്തിക്കുക. ഹൃദയനൈരാശ്യം ബാധിക്കേണ്ട കാര്യമില്ല, തളർന്നു പോകേണ്ട കാര്യമില്ല. മുന്നോട്ട് ബാബ പറയാണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാബയുടെ സഹായം ഉണ്ടായിരിക്കും. ബാബ പറയാണ്, കുട്ടികൾ ബാബയ്ക്ക് അങ്ങനെ വിശേഷമൊക്കെ എഴുതണം, ഇന്ന രീതിയിൽ സേവ ചെയ്യുന്നത്. പിന്നെ ബാബ വരദാനത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ തപസ്സിലൂടെ, സത്യസന്ധമായ തപസ്സിലൂടെ ഒരു 95% പേരുന്നതെങ്കിലും സർട്ടിഫിക്കറ്റ്, അവര് നമ്മളിൽ സന്തുഷ്ടമാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് പ്രാപ്തമാകും. പിന്നെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? സമയം നമ്മൾ സഫലമാക്കാൻ, സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ സഫലമാക്കുകയാണെങ്കിൽ സമയം നമ്മളെ സഹായിക്കും. സമയത്ത് ചതി പറ്റില്ല. ഒരു മിനിറ്റ്.